പ്രിയമുള്ളവരെ, മണി ടെക് മീഡിയ നടത്തുന്ന ബിസിനസ് ആൻഡ് ലൈഫ് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടത്തുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ടീമാണ് വിജയിപ്പിക്കുന്നത്. നാം ഒറ്റയ്ക്ക് ഒരു കാര്യത്തിലും വിജയിക്കാൻ പാടാണ്. നാം ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക, ഗ്രൂപ്പായിട്ട് ചിന്തിക്കുക, ഗ്രൂപ്പായിട്ട് വിജയം നേടുക. അതാണ് കമ്പനി, ഫാക്ടറി, ഇതിൻ്റെയൊക്കെ ഒരു തിയറി. സമൂഹം, രാഷ്ട്രീയം, ഇതിൻ്റെ എല്ലാം തിയറി ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് എങ്ങനെ രൂപീകരിക്കുക? ജീവിതത്തിൽ എല്ലായിടത്തും ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പൊ ഞാനും ഷഫീഖ് സാറും നമ്മുടെ ഡോക്ടർ വിന്നർ ഷെരീഫ് ഒക്കെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും പല കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ ഇനിയും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നമ്മൾ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച്, അതാണ് ടീം എന്ന് പറയുന്നത്. അത് ബിസിനസ്സിൽ വേണം, ലൈഫിൽ വേണം, ജീവിതത്തിന്റെ ഓഫീസിലാണെങ്കിൽ വേണം, കുടുംബത്തിലാണെങ്കിൽ വേണം, എവിടെ ആണെങ്കിലും നാം ഒത്തൊരുമിച്ച് മറ്റുള്ളവരെ ലീഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സംഘർഷങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ അത് ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ബിസിനസ് കോച്ചിങ്, ലൈഫ് കോച്ചിങ് ഒക്കെ ഷഫീഖ് സംശീദൻ സാറാണ്. സാർ നമുക്ക് വിവിധ വിഷയങ്ങളിൽ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് കൊണ്ട് സാറിന്റെ ക്ലാസ് തീരുന്നില്ല. സാറിന്റെ ക്ലാസ് വീണ്ടും 26, 27 നമുക്ക് വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് നിങ്ങളെല്ലാവർക്കും അത് ഒരു താല്പര്യവും പ്രയോജനമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നീട്ടുന്നില്ല. ഞാൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഷഫീഖ് സാറിനെ സ്നേഹ പുരസ്സരം ക്ഷണിച്ചു. താങ്ക് യു. എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. എല്ലാവരും പരസ്പരം പരിചയമുള്ളവരായിരിക്കും. ഈ പൊതുവെ നമ്മൾ ഈ ടീം ബിൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ സത്യത്തിൽ നമുക്ക് ട്രെയിനിങ്ങുകൾക്കൊന്നും യാതൊരു ക്ഷാമവും ഇല്ല. ട്രെയിനിങ്ങുകൾ ഒരുപാട് കൂടുതലാണ്. പക്ഷെ ആ ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറവാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഞാനും പഠിക്കുന്ന കാര്യങ്ങൾ കുറവാണ്. ഒരുപാട് ആൾക്കാർ ട്രെയിനിൽ പങ്കെടുത്തതിന് ശേഷവും അവരുടെ ജീവിതത്തിലൊന്നും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ ആ ട്രെയിനർ ശരിയല്ല, അല്ലെങ്കിൽ പങ്കെടുക്കുന്നവര് അതിനനുസരിച്ച് അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ പങ്കെടുക്കുന്നവരൊക്കെ മിക്കവാറും ഭൂരിഭാഗവും ബിസിനസ്സുമായി ബന്ധമുള്ളവരാണ്. പക്ഷെ ഇത് ഏത് തലത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം. ബിസിനസ്സിൽ തന്നെ ആവണം നിർബന്ധമില്ല. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ പ്രോഫിറ്റ് നോക്കാതെ കൊണ്ടുപോകുന്ന ഒരു സംഘമായിരിക്കാം. എന്തായാലും എല്ലാത്തിലും ടീം ഉണ്ടാവും അല്ലെ? അപ്പൊ ടീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ എന്ന് പറയുന്നത്, ഇപ്പൊ TEAM എന്ന് പറയുന്നത് എല്ലാവരും, ഓരോരുത്തരും അല്ലെ? TEM എന്ന് പറഞ്ഞാൽ ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ എന്നാണ് പൊതുവെ പറയാം. എന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരും കൂടുതൽ നേടുന്നു എന്നുള്ളതാണ്. അപ്പൊ കൂട്ടമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കൂട്ടമായിട്ട് വർക്ക് ചെയ്യുന്നത്? അത് നമ്മൾ ഈ സാധാരണഗതിയിൽ പറയുന്നതാണ്, ഈ 1+1 എന്ന് പറയുന്നത് ഒന്നും കൂടിക്കഴിഞ്ഞാൽ 2 ഉണ്ടാകുക അല്ലെ പൊതുവെ. പക്ഷെ അത് സിനർജിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ ഈ ഒന്നും കൂടിച്ചേരുമ്പോൾ 2 കൂടുതൽ ഫലം കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ടീമായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്ന കവിത, അദ്ദേഹം വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും എടുക്കുന്ന ഒരേ എഫേർട്ട് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ എഫേർട്ട് ഷഫീഖിന്റെ ആണ്, രണ്ടാമത്തെ മിസ്സസ് കവിതയാണെന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഫലം ചിലപ്പോൾ പക്ഷെ 2 കൂടുതലായിരിക്കാം അല്ലെ? ഇവിടെ ഇരിക്കുന്ന പലരും പലതരത്തിലുള്ള ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുക. അതിന്റെ ടീമിന്റെ ഒരുപാട് ഗുണങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ് കഴിയാനില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത്, നമ്മളിരിക്കുന്ന മേഖലയിൽ ടീമിനെ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഡോക്ടർ വിന്നർ ഷെരീഫ് ഉണ്ട്, ട്രാവലെക്സ്, അച്യുതൻ, ഫീന, ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ചിന്തിക്കേണ്ടത് അവരവരുടെ മേഖലയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ കൂടുതലും ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് ബാക്കി ഒരു സ്ഥലത്ത് ടീമില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം പൊളിറ്റിക്സിലും ടീമുണ്ട് അല്ലെ, ഗവൺമെന്റ് ഓർഗനൈസേഷനിലും ടീമുണ്ട്, പ്രൈവറ്റ് ഓർഗനൈസേഷനിലും ടീമുണ്ട്, ഒരു സ്പോർട്സിന്റെ സംഭവത്തിലും ടീം, എല്ലാത്തിലും ടീമുണ്ട്. ടീം എന്ന് വെച്ചാൽ ഒരു കൂട്ടം വ്യക്തികൾ
ഒരേ പർപ്പസിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുക, ഒരുമിച്ച് ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. എന്തായാലും ടീമിന്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ആ ടീം ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ വേണ്ടതാണ്. ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീം ലീഡറെ ക്വാളിറ്റി. നമുക്കിതിങ്ങനെ ഒരുപാട് പരത്തി പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ എന്നെക്കാളും നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഇതിൽ പറയുന്ന പോയിന്റ് ഒക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ആ കേട്ടിട്ടുള്ള കാര്യം ചിലപ്പോൾ പക്ഷെ ഒരു റിമൈൻഡിങ് ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നസീർ സാർ ഇതുപോലെ തന്നെ ട്രെയിനിങ്ങുകളൊക്കെ ഒരുപാട് നടത്തുന്നത്. എന്തായാലും ഞാൻ ഓർഗനൈസേഷൻ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ തുടങ്ങാം. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും ഒരു കോമൺ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെ? ആ പർപ്പസ് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക എന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുക എന്നായിരിക്കാം, അല്ലെ? ഇങ്ങനെ ഒരുപാട് പർപ്പസുകളുടെ ഒരു കൂട്ടമാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാതും ഒരു ബിസിനസ് ആണോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എല്ലാ എന്ന് പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന 5 പോയിന്റ് കൊണ്ടാണ്. ഇപ്പൊ എല്ലാവരും പറയും, നമ്മൾ ഈ ടീം ബിൽഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയാണ്, എല്ലാവരും പറയും ഞാൻ ബിസിനസ് നടത്താന്ന് പറയുമ്പോഴും നമ്മളിപ്പോ പറയാൻ പോകുന്ന ഓർഗനൈസേഷന്റെ ഒരു ഫാക്ടേഴ്സ് അതിലില്ലെങ്കിൽ അതൊരു ഒരുപക്ഷെ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ചെറിയൊരു സംഭവമായിരിക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ പദം നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ തന്നെ സത്യത്തിൽ ഒരു 4-5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ആദ്യത്തെ ഘടകം എന്തായിരിക്കും? എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ നിലകൊള്ളുന്നത്, അല്ലെ? എന്താണ് ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്? ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവിടെ ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതായിരിക്കും, അല്ലെ? നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, കണ്ടുകൊണ്ട് കാണുന്ന ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ കാണാത്തൊരു സർവീസോ അതിൽ ഉണ്ടായിരിക്കും, ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റും സർവീസ് ഉണ്ട് എങ്കിൽ ഇത് ഓർഗനൈസേഷൻ ആയോ? ഇല്ല. രണ്ടാമത് നമ്മളെ സംബന്ധിച്ച് അവിടെ ഒരു ടീം ഉണ്ടാവണം എന്നാണ് പറയാം. കാരണം എന്തുകൊണ്ടാണ് ടീം എന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രൊഡക്റ്റും സർവീസും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ ഓർഗനൈസേഷന്റെ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും നമ്മളെ സഹായിക്കുന്നത് ടീമാണ്. അത് നമ്മൾ ഒരു കൂട്ടം തൊഴിലാളികൾ എന്ന് വിളിക്കും, അല്ലെ? അപ്പൊ നമുക്ക് തൽക്കാലം ഒരു ടീം എന്ന് പറയാം. ഇനി ആ ടീം മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നല്ല പ്രൊഡക്റ്റും സർവീസും ഉണ്ട്, നല്ലൊരു ടീമുണ്ട്, അത് പോരാ. ആ ടീമിനെ ഗൈഡ് ചെയ്യാനും അതിനെ ലീഡ് ചെയ്യാനും നിയന്ത്രിക്കാനും അതിനെ കൊണ്ടു നടക്കാനും നല്ലൊരു മാനേജ്മെന്റ് സംവിധാനം അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. നേതൃത്വ പാഠവുമുള്ള ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടാവണം. അതിനെ പൊതുവെ നമ്മൾ ഒരുപക്ഷെ അതിനെ ഓണർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് സംവിധാനങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ഒന്നാമത്തെ നല്ല പ്രൊഡക്റ്റും സർവീസ് ഉണ്ട്, 2 നല്ലൊരു ടീമുണ്ട്, മൂന്നാമത്തത് നല്ലൊരു മാനേജ്മെന്റ് സംവിധാനം ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ലീഡേഴ്സ് ഉണ്ട്. ഇനി 3 മതിയോ എന്ന് ചോദിച്ചാൽ 3 പോരാ, ഇനിയും ഒരുപാട് പോയിന്റ് ഉണ്ട്. പ്രധാനപ്പെട്ട 2 പോയിന്റ് കൂടി ഉള്ളത്. ഇനി 4-മത്തെ, നല്ല ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരു പ്രോസസ്സ് ഉണ്ടാവും, സിസ്റ്റം ഡ്രിവൺ ആയിരിക്കും എന്ന് പറയും, അല്ലെ? അതായത് ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓർഗനൈസേഷൻ നടന്നു പോകും. ഒരു ഓർഗനൈസേഷൻ ഓൾറെഡി പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂട് ഉണ്ടാവും, അതെങ്ങനെ പ്രവർത്തിക്കണം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, എങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, എങ്ങനെ അത് വിൽക്കണം, എങ്ങനെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം, എങ്ങനെ ഓഫീസ് തുറക്കണം, എങ്ങനെ ഓഫീസ് അടയ്ക്കണം, എങ്ങനെ സെയിൽസ് നടത്തണം, എല്ലാത്തിനും ഒരു ചട്ടക്കൂടും പ്രോസസ്സും സിസ്റ്റവും പോളിസികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വലിയ ഓർഗനൈസേഷൻ വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാതെ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ല, വ്യക്തികൾ വരാൻ പോകാം, പ്രൊഡക്റ്റുകൾ വരാൻ പോകാം, പക്ഷെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ യാത്ര ചെയ്യുന്നു. അപ്പൊ ഒരു നല്ലൊരു പ്രോസസ്സ് ഉണ്ടാവും. അപ്പൊ പ്രൊഡക്റ്റും സർവീസും ഉണ്ട്, നല്ലൊരു ടീമുണ്ട്, നല്ലൊരു ലീഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല പ്രോസസ്സ്. ഇത് മാത്രം മതിയോ? അല്ല, പോരാ. ഓർഗനൈസേഷനിൽ ഇനിയും അത്യാവശ്യം ഒരു കാര്യമാണ്, അതിന് ആവശ്യത്തിന് ഉപകരിക്കാൻ പറ്റുന്ന ഫണ്ട് ഉണ്ടാകുക. ആ ഫണ്ട് നമുക്ക് ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കാം, ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാം. ഈ പ്രധാനമായിട്ടും ഈ 5 ഘടകങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതിനേക്കാൾ കുറെ ഘടകങ്ങൾ വേറെ ഉണ്ട് പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ. പക്ഷെ പൊതുവെ ഞാനൊരു ഓർഗനൈസേഷൻ ആണ് നടത്തുന്നത്, എനിക്കൊരു ബിസിനസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇത്രയെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ നാട്ടിൽ എത്രത്തോളം ഓർഗനൈസേഷൻ ഉണ്ടെന്ന്. ഇനി ഇത് 5 പോയിന്റ് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയണം, അല്ലെ? പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ടീം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ടീം ഇല്ലെങ്കിൽ പിന്നെ ഈ മാനേജ്മെന്റ് ഉണ്ടായിട്ട് ലീഡേഴ്സ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഒരു പക്ഷെ ലോങ് ടൈമിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ ടീം. കാരണം നല്ല പ്രൊഡക്റ്റും സർവീസും എന്റെ കയ്യിലുണ്ട്, നല്ല ലീഡേഴ്സ് ഉണ്ട്,
അത്യാവശ്യം പൈസയുണ്ട്, പ്രോസസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പാക്കാനായിട്ടുള്ള തൊഴിലാളികൾ, എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം തൊഴിലാളികൾ ഇല്ലെങ്കിലോ? അപ്പൊ സത്യത്തിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ടീമാണെന്ന് പറയില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ടീം, അല്ലെ? നമുക്ക് നമ്മുടെ ഒരു ടീം ഉണ്ടായി, നല്ലൊരു കൂട്ടം തൊഴിലാളികൾ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. നല്ലൊരു ടീം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കോമൺ ഒബ്ജക്റ്റീവ് നിറവേറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒറ്റയ്ക്ക് ഈ ലോകത്ത് മിക്കവാറും ഒരു കാര്യവും നടക്കാറില്ല, ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീം ബിൽഡിങ്ങിന്റെ ആവശ്യം അത്യാവശ്യം നമുക്കിപ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അത് മാത്രമല്ല, ടീം എന്ന് പറയുന്നത് അത് മനുഷ്യന്മാരായതുകൊണ്ട്, അതിന് വികാരവും വിചാരവും ഒക്കെ ഉള്ള മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ഇവരെ ഗൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഈ മനുഷ്യനുള്ള ഒരു വലിയൊരു ഗുണം എന്താ? അവരുടെ മിനിമവും മാക്സിമവും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു മെഷീൻ ആണെങ്കിൽ നമുക്ക് മിനിമം മാക്സിമം ഫിക്സ് ചെയ്യാം, അതിന്റെ സോഫ്റ്റ്വെയർ അനുസരിച്ച് ഇത്ര മിനിമം ഉണ്ടാവും, ഇത്ര മാക്സിമം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഒരു മനുഷ്യന് മിനിമവും മാക്സിമം ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവരെ ലീഡ് ചെയ്യുന്ന ലീഡേഴ്സിന്റെ കഴിവാണ് ഒരു നല്ല ടീമിനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ഒരു കാര്യമുള്ളത്, ഒരു ടീം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതല്ല. മിക്കവാറും കേസുകളിൽ ആ ടീമിനെ എഫിഷ്യന്റ് ആയിട്ട് വളർത്തിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ നല്ലൊരു ലീഡർഷിപ്പ്, നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. നമുക്ക് ഒരുപാട് പരത്തി പറയാൻ പറ്റുന്ന സബ്ജക്റ്റ് ഒക്കെയാണ്. ചിലപ്പോൾ ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് ഈ പറയുന്ന കാര്യത്തിൽ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ ടീമിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വളരെ ചുരുങ്ങിയ നമ്മുടെ എഫേർട്ട് കൊണ്ട് നമുക്കൊരു കൂട്ടം വ്യക്തികളെ നല്ലൊരു ടീമാക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം. നമ്മളെപ്പോഴും ഈ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ തലയിൽ വരുന്നതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കും. പക്ഷെ ഏത് സ്ഥലത്തും ഇത് ഏകദേശം കോമൺ പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ലൊരു ടീമിനെ എങ്ങനെ വളർത്തിയെടുക്കാം? അതായത് നമുക്ക് കുറെ ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ട് കേട്ടോ. ആ വ്യക്തികൾ എന്ന് പറയുന്നത് ഒരു ടീമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. കാരണം സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന, അത് വ്യത്യാസമുള്ള ചിന്തകൾ, വ്യത്യാസമുള്ള ഫിസിക്ക്, വ്യത്യാസമുള്ള എല്ലാ വികാരങ്ങളും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഒരു ഓഫീസിലേക്ക്, ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് ഈ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യക്തികൾ അവിടെ ഉള്ളത് കൊണ്ട്, ഒരു 10-20 പേര് ഒരു ഓഫീസിൽ ഉള്ളത് കൊണ്ട് അതൊരു ടീം ബിൽഡിംഗ് ആവണമെന്നില്ല. ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിന് ശേഷം ചെയ്യുന്നതാണ്. നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ചർച്ചകളും ചിന്തകളും നമുക്ക് ഉണ്ടാവും. എന്തായാലും നമുക്കൊരു ടീമിനെ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോട്ട് ചെയ്യാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാനൊരു ഓർഗനൈസേഷൻ നടത്തുവാണ്, ഞാനൊരു ഓണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പാർട്ട്നേഴ്സ് ആണെങ്കിൽ, ഞാൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ, ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഒരു ഓർഗനൈസേഷൻ ഒരു വിഷൻ ഉണ്ടായിരിക്കും എന്ന് പറയും. എന്ത് പർപ്പസിനാണ് ഞാൻ ഈ ഓർഗനൈസേഷൻ തുടങ്ങിയെന്നാണ്, ഞാൻ എന്ത് പർപ്പസിനാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ കമ്പനിയെ നാട്ടിൽ തുടങ്ങുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ എന്റെ ലക്ഷ്യം, ഞാൻ എങ്ങോട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾ എന്ന് പറയും, മിഷൻ എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, കാരണം ഞാൻ എടുക്കുന്ന എഫേർട്ടൊക്കെ എന്റെ ഓർഗനൈസേഷന്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈവൻ എന്റെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നത് പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം ആലോചിക്കുക, ഞാൻ എന്റെ ഓർഗനൈസേഷൻ ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്പനി ആയിട്ട് വളരണമെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, അതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ, പിന്നെ ഞാൻ എടുക്കുന്ന ടീം മെമ്പേഴ്സ് ആ ലോകത്ത് മുഴുവനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാവണ്ടേ? വേണ്ടേ? അപ്പൊ എന്റെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞില്ല, ഞാനൊരു തൃശ്ശൂരോ എറണാകുളത്തോ ഒരു ചെറിയൊരു ട്രേഡിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ എടുത്താൽ മതി. അതുകൊണ്ടാണ് എന്റെ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ എന്റെ ലക്ഷ്യം ആദ്യം നിർണയിച്ചിട്ട് മാത്രമേ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റിയും അതിനുശേഷം ചെയ്യുന്ന, പ്രത്യേകിച്ച് ടീം ബിൽഡിംഗ് അതിനുശേഷം ചെയ്യാൻ പാടും. അപ്പൊ അത് ആദ്യത്തെ സംഭവം, നമ്മളുടെ ഒരു ഓർഗനൈസേഷന്റെ വിഷൻ എന്ന് പറയുന്നത്, എന്ത് പർപ്പസിനാണ് ഞാൻ നിലകൊള്ളുന്നത്, എന്തിനാണ് ഞാൻ ഈ കമ്പനി ഉണ്ടാക്കിയത്, വിശദമായിട്ടുള്ള സംഭവം ഒരു ബിസിനസ് പ്ലാനിലൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ ആദ്യമായിട്ട് വേണ്ടത് ഞാൻ ഈ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണെന്ന് അറിയുന്നതാണ്. ഇനി രണ്ടാമത്തെ, സാധാരണ ഇതിൽ നമ്മൾ പറയും ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഞാൻ കുറച്ച് സ്പീഡിൽ പറയാണ്, ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണ് ജോലിക്ക് വരുന്നത്. അതായത് അവരെ വീട്ടിലെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, അവര് ജനിച്ച സ്ഥലം വ്യത്യാസമുണ്ട്, ഭാഷ, സംസ്കാരം,
അവരെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം വ്യത്യാസമുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ജോലിക്ക് എടുക്കുമ്പോൾ കോമൺ ആയിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷനും സ്കില്ലും എക്സ്പീരിയൻസും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിനനുസരിച്ചാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ എക്സ്പീരിയൻസും ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡും ഈ ക്വാളിറ്റി മാത്രമല്ല ഒരു ടീമിനെ ഒരു നല്ലൊരു എഫിഷ്യന്റ് ടീം ബിൽഡിങ്ങിലേക്ക് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കോമൺ പർപ്പസ് ഉണ്ടായിരിക്കണ്ടേ. ആ കോമൺ പർപ്പസ് ഓർഗനൈസേഷനിൽ ഒരു കോമൺ പർപ്പസ് ഉണ്ട്. ഞാൻ എന്തിന് ഈ കമ്പനി തുടങ്ങി. ഇതേപോലെ തന്നെ ഏതൊരു എംപ്ലോയിക്കും ഒരു സ്ഥലത്ത് ജോലിക്ക് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുണ്ടാവും. ഇത് നമ്മൾ സാധാരണഗതിയിൽ പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറയും. ഇതൊരു നല്ലൊരു രസകരമായുള്ള സംഭവമാണ് ആ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ പൊതുവെ ഇത് പല ലീഡേഴ്സും മെനക്കെടാത്ത കാര്യമാണ്. കാരണം അവരെന്താ പറയാ, ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ ആണെങ്കിൽ, ഇപ്പൊ ബഷീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കമ്പനിയുടെ ഓണർ ആണെങ്കിൽ എപ്പോഴും ബഷീർ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് വേണം, എന്റെ കമ്പനിക്ക് എന്ത് വേണം, എന്റെ പ്രൊഡക്റ്റ് എങ്ങനെ നന്നാക്കാം, എന്റെ അക്കൗണ്ട്സ് എങ്ങനെ നന്നാക്കാം, എന്റെ ക്യാഷ് ഫ്ലോ എങ്ങനെ കൂട്ടാം. പക്ഷെ സത്യത്തിൽ ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ കൂടെയുള്ള തൊഴിലാളികളാണ് അല്ലെ, എല്ലാം ചെയ്യേണ്ടവരാണ്. പക്ഷെ ആ തൊഴിലാളികളുടെ മനസ്സിൽ എന്താണ് ചിന്ത, അവരുടെ ജീവിത നിലവാരം എങ്ങനെയുണ്ട്, അവരുടെ ലക്ഷ്യം വല്ലതും ഉണ്ടോ, അവർക്ക് വല്ല വിഷമങ്ങളുണ്ടോ, നമ്മൾ സത്യം പറഞ്ഞ് ആലോചിക്കാറ് പോലുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് നമുക്ക് ലക്ഷ്യങ്ങൾ ഉള്ള പോലെ തന്നെ ഈ വരുന്ന എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അവർ അതിനു വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു പോയിന്റ് പറയാം, നിങ്ങൾക്ക് അത് മനസ്സിലായി. രണ്ടാമത്തെ പോയിന്റ്, പേഴ്സണൽ ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടെങ്കിൽ ആ ഗോൾ നമ്മൾ കണ്ടുപിടിക്കുകയോ അല്ല അവർക്ക് ഗോൾ സെറ്റിംഗ് ചെയ്തു കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഈ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട്, ഈ ഒരാൾ ജോലിക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്തായിരിക്കും. ഒരാൾ നമ്മളൊക്കെ ജോലിക്ക് പോകണ്ടല്ലോ, എന്തിനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്? ആരെങ്കിലും ഒന്ന് പറയോ? നിങ്ങൾ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. ബഷീർ, എന്തിനാ നമ്മൾ ജോലിക്ക് പോകുന്നത്? നിത്യ ജീവിതത്തിന് വേണ്ടി ഒരു വരുമാനം കണ്ടെത്തി. വളരെ സിമ്പിൾ ആണ്. അതെ, നമ്മൾ ജോലിക്ക് പോകുന്നത് നമ്മളും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും സാമ്പത്തിക സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സാമ്പത്തിക സുരക്ഷിതത്വത്തിനെ വിളിക്കുന്ന പേരാണ് ശമ്പളം എന്ന് പറയുന്നത്. അർഹമായിട്ടുള്ള ശമ്പളം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് പാഷനോട് കൂടിയിട്ടാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് രസത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാമെങ്കിലും ഇതൊക്കെ അതിന്റെ സൈഡിൽ നിൽക്കുന്ന കാര്യമാണ്. പ്രധാനമായിട്ട് എനിക്ക് പാഷനുണ്ട്, എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ നിർത്തും. എന്റെ പ്രധാനപ്പെട്ട ആവശ്യം എനിക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ ജോലിയിൽ നിന്ന് കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അർഹമായിട്ടുള്ള നമുക്ക് നല്ലൊരു ശമ്പളം കിട്ടണം. പക്ഷെ നല്ല ശമ്പളം കിട്ടിയാലും ചില ജോലിക്കാർ റിസൈൻ ചെയ്തു പോയി. എന്തുകൊണ്ടായിരിക്കും? നല്ല ശമ്പളം ഉണ്ട്. ഇപ്പൊ ഷെഫീഖിന് നല്ല ശമ്പളമാണ്, പക്ഷെ ഷെഫീഖ് കുറച്ച് അസ്വസ്ഥനായി. മിക്കവാറും അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ശമ്പളം കൊടുത്താലും നിൽക്കില്ല. കാരണം എന്തുകൊണ്ടാ? രണ്ടാമത്തെ ഒരു കാര്യമാണ്, എനിക്ക് ഈ ജോലിയിൽ നിന്നുകൊണ്ട് നല്ല സംതൃപ്തി കിട്ടണം എന്ന് പറയും. ഏത് ജോലി ചെയ്യുമ്പോഴും കുറച്ച് ദിവസം ശമ്പളം കഴിഞ്ഞപ്പോൾ നമുക്ക് സംതൃപ്തി കിട്ടണം. സംതൃപ്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ജോലിക്ക് വരാൻ തോന്നുക, നമ്മുടെ ഓണർമാരോട് ഇഷ്ടം തോന്നുക, പ്രൊഡക്റ്റിനോട് താല്പര്യം തോന്നുക, പഠിക്കാൻ തോന്നുക, ഓഫീസിലേക്ക് വരാൻ തോന്നുക, വർക്ക് ചെയ്യാൻ തോന്നുക, കൊളീഗ്സിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുക, ടീമായിട്ട് വർക്ക് ചെയ്യാൻ ഇടപഴകാൻ ഇഷ്ടം, ഇതിങ്ങനെ സന്തോഷം ഉണ്ടായിരിക്കണം. അതൊരു പക്ഷെ നമ്മൾ സന്തോഷം ഉണ്ടാക്കുന്നതല്ല, ആ ജോലിയോടുകൂടി സന്തോഷമുള്ളതായിരിക്കാം, അത് ടീം ലീഡേഴ്സ് കൊടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ മാന്യത കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടായിരിക്കാം. അപ്പൊ രണ്ടാമത് നല്ല സന്തോഷം ഉണ്ടാവണം. അപ്പൊ നല്ല ശമ്പളം ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. പക്ഷെ എന്തായാലും ഒരു ഓഫീസിൽ നിൽക്കാറില്ല. മൂന്നാമതൊരു റീസൺ കൂടി ഉണ്ട്. ഏത് തൊഴിലാളിയും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, അവന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും കഴിയുന്തോറും ഉയർച്ച ഉണ്ടാവണം. ഒന്ന്, നല്ല ശമ്പളം ഉണ്ടാവണം. രണ്ട്, നല്ല സന്തോഷം ഉണ്ടാവണം. മൂന്ന്, ഇവന്റെ ജോലിയിൽ ഉയർച്ച. ജോലിയിൽ ഉയർച്ച എന്ന് പറയുന്നത് പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ആയിരിക്കാം, ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ സ്ഥാനക്കയറ്റ്, വലിയ ഉത്തരവാദിത്വം കൊടുക്കുന്നതായിരിക്കാം, ഡെലിഗേഷൻ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. ഇവൻ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഇവനിൽ എന്തെങ്കിലും മെച്ചപ്പെടലുകൾ കാണണം. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇടയിൽ പറയാൻ കാരണം, ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും മറന്നിട്ട് ഈ മൂന്ന് കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നല്ല ടീം ഉണ്ടാവും. ഞാൻ ഈ പോയിന്റിന്റെ ഇടയിൽ വെച്ചതാണ്. ഇത് തന്നെ ശരിക്കും ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ പോയിന്റും മറന്നാലും ഈ മൂന്ന് കാര്യം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നവർക്ക്, നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ വരുന്നവർക്ക് ഈ മൂന്ന് കാര്യം നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ പറ്റിയാൽ മതി. ആർക്ക് അഷ്വർ ചെയ്യാൻ? ഓണർക്ക്, അല്ലെങ്കിൽ ലീഡർക്ക്, അല്ലെങ്കിൽ മാനേജർക്ക് അഷ്വർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ടീം ഉണ്ടാവും. കാരണം എന്താ? അവന് വേണ്ട ഈ മൂന്ന് കാര്യങ്ങളാണ്. ഈ മൂന്നിൽ എല്ലാതും പെട്ടു. അപ്പൊ എന്തായാലും നമുക്ക് പഴയ പോയിന്റിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ പോയിന്റ്, ഓർഗനൈസേഷന് യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പറയുന്ന ലക്ഷ്യങ്ങൾ നമ്മൾ കറക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്, ഈ വരുന്ന എംപ്ലോയീസിന് വ്യക്തിപരമായുള്ള ഗോളുകൾ ഉണ്ടായിരിക്കും.
വ്യക്തിപരമായിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കും, വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാതും നമ്മൾ പരിഗണിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം പരിഗണിക്കലല്ല, മിക്കവാറും എല്ലാ ദിവസവും പരിഗണിക്കേണ്ടി വരും. അപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റിനുള്ളിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? ഏതൊരു ഓർഗനൈസേഷനിലും എംപ്ലോയീസ് വരുമ്പോ തന്നെ ഡേ 1 എന്നാണ് പറയാ. പൊതുവെ വലിയ വലിയ കമ്പനികളൊക്കെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന് ഒരു ക്ലാരിറ്റി കൊടുത്തിരിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ എംപ്ലോയിക്ക് അറിയില്ല എന്നെ എന്തിനാണ് റിക്രൂട്ട് ചെയ്തത്, അത് മാനേജർക്കും അറിയില്ല എന്താണ് അവന് ജോലി എന്ന് വെച്ചാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഒരാളെ ജോലിക്ക് എടുത്തു, ഈ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരു എംപ്ലോയി പറയാണ്, സാർ എന്നിൽ നിന്ന് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ സത്യം പറഞ്ഞാൽ റോൾ ക്ലാരിറ്റി രണ്ട് സൈഡിലും ഇല്ലാത്ത അവസ്ഥ ഒരുപാട്. എന്ന് വെച്ചാൽ എംപ്ലോയർ വിചാരിക്കും, ഓണർ വിചാരിക്കും, അല്ലെങ്കിൽ മാനേജർ വിചാരിക്കും ഇവൻ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു, അല്ലെ? നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൻ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, ഭയങ്കരമായി വർക്ക് ചെയ്യും. എംപ്ലോയി വിചാരിക്കുന്ന എന്താ? സാർ എന്റെ എന്താവോ പ്രതീക്ഷിക്കുന്നത്, ഞാൻ എന്താണ് ജോലി ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്താലാണ് സാറിന് തൃപ്തി വരിക, അല്ലെ? എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അപ്പൊ ഇത് ഭയങ്കര ക്ലാരിറ്റി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റോൾ ക്ലാരിറ്റി, അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ ടാർഗറ്റ്, അല്ലെ? ഇങ്ങനെയുള്ള മിനിമം കാര്യങ്ങളൊക്കെ, ഈ മിനിമം കാര്യങ്ങളെല്ലാം ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലാണ് വരുന്ന ആൾക്ക്. അതായത് ഈ സാറ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ന കാര്യമാണ്, ആ കാര്യം ഞാൻ നല്ലപോലെ ചെയ്താലാണ് എനിക്ക് ഇവിടെ സന്തോഷവും സമാധാനവും ഇൻക്രിമെന്റും കിട്ടുള്ളൂ. ഈ കാര്യം ഞാൻ 1 ലക്ഷം രൂപയുടെ ടാർഗറ്റ് ആണ് സാറ് പ്രതീക്ഷിക്കുന്നത്, ഞാൻ 1.5 ലക്ഷം ചെയ്യണം. അപ്പൊ ഈ സാറ് പറയണം, മുതലാളി പറയണം, ഓണർ പറയണം, ഷെഫീഖ ഞാൻ ഷെഫീഖിന് പ്രതീക്ഷിക്കുന്ന ഇതാണ്, ഈ 1 ലക്ഷം രൂപയുടെ കസ്റ്റമേഴ്സിനാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനാണ്, അല്ലെങ്കിൽ നല്ല അക്കൗണ്ടിങ് സംവിധാനത്തിനാണ്, അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കലാണ്. ഇത് എന്നിലേക്ക് പറഞ്ഞു കൊടുക്കാതെ ഞാൻ വിചാരിക്കുന്നത് എന്താ? സാറ് ചിലപ്പോൾ വിചാരിക്കും ഒരു 50,000 ചെയ്താലും മതി, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്താൽ ഹാപ്പിയോ. അവസാനം 1 മാസം 2 മാസം കഴിയുമ്പോൾ ഇരുന്ന് റിവ്യൂ മീറ്റിംഗ് നടത്തുന്ന സമയത്താണ് നമ്മുടെ മാനേജർ പറയുക, വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പൊ ഷെഫീഖ് ചോദിക്കാം, അന്തം വിടും, സാർ എങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നത്? ഞാൻ എന്റെ ജോലി ചെയ്യണില്ലേ, ഞാൻ എല്ലാ കാര്യം ചെയ്യില്ലേ? അല്ലല്ല, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതല്ല. അപ്പൊ സാർ എന്ത് എക്സ്പെക്ട് ചെയ്ത്? ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വേറെയാണ്. അപ്പൊ ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. ഇത് നമുക്ക് റോൾ ക്ലാരിറ്റി എന്നുകൊണ്ട് വലിയ ഷീറ്റുകളും, അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സും, ടാർഗറ്റും, അപ്രൈസൽ സംവിധാനങ്ങളൊക്കെ എല്ലാ കമ്പനിയിലും നിങ്ങൾക്ക് ഇത് കേട്ടാൽ മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത് കേട്ടോ. ആ മൂന്നാമത്തെ പോയിന്റ്, ഏതൊരു എംപ്ലോയി വന്നാലും എന്തിനാണ് ഇദ്ദേഹത്തിന് ജോലിക്ക് എടുത്തത്, എന്താണ് ഇദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് കറക്റ്റ് ശമ്പളം തരുന്നത്, എന്ത് ചെയ്താലാണ് ഇൻസെന്റീവ് തരുന്നത്, എന്ത് ചെയ്താലാണ് ഉയർച്ച തരുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഇനി നാലാമത്തെ, മിക്കവാറും എല്ലാ ഓഫീസിലും നമ്മൾ ഈ ടാർഗറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു, അത് ക്ലാരിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കില്ല. നമ്മൾ പറഞ്ഞ ഷെഫീഖ്, ഞാൻ താങ്കൾ എടുത്തിട്ടുള്ളത് നമുക്ക് സെയിൽസിന് വേണ്ടിയിട്ടാണ്, ഒരു എക്സാമ്പിൾ പറയാം, സെയിൽസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു മാസം ഒരു 20 കസ്റ്റമേഴ്സ് വേണം, 10 ലക്ഷം രൂപയുടെ വരുമാനം, അല്ലെങ്കിൽ അതിന്റെ റവന്യൂ വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, ക്ലാരിറ്റി ഒക്കെ കൊടുത്തു, അതായത് ജോലി എന്താന്ന് പറഞ്ഞു കൊടുത്തു, പ്രതീക്ഷിക്കുന്നു പറഞ്ഞു കൊടുത്തു, 10 ലക്ഷത്തിന് മേലെ ചെയ്താൽ ഇൻസെന്റീവ് കിട്ടുമെന്ന് പറഞ്ഞു, ശമ്പളം ഇന്നതാണെന്ന് പറഞ്ഞു, പ്രൊബേഷൻ ഇന്നതാണെന്ന് പറഞ്ഞു, ട്രെയിനിങ് പറഞ്ഞു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മാനേജർമാർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് വേണം ഷെഫീഖ്, എങ്ങനെയാണ് ഈ ടാർഗറ്റ് നീ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് ഈ ടാർഗറ്റ് നിനക്ക് പൂർത്തീകരിക്കാൻ പറ്റുക? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന വലിയ കമ്പനികൾക്ക് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഒരു ഇടത്തരം സാധാരണഗതിയിലുള്ള കമ്പനിക്കാർക്കാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. അവരൊരാൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്ലാരിറ്റി കൊടുത്താൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടേക്കാണ് ലീഡർമാരെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ടീമിനെ നിങ്ങൾ എവിടെ കണ്ടാലും ഏറ്റവും നല്ല ലീഡർമാർ ആ കമ്പനി ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയില്ലേ, നല്ല ലീഡർ ഉള്ളവിടത്തെ നല്ല ടീം ഉണ്ടാവൂ. എന്ന് വെച്ചാൽ നല്ലൊരു ടീം ഇല്ലെങ്കിൽ ഉറപ്പിക്കണം അതിന്റെ ഹെഡ് മേലെയുള്ള ആൾക്കാർക്ക് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഇല്ല. എന്നിട്ട് എന്ത് പറയും, നമ്മുടെ ജോലിക്കാർ ശരിയില്ല, നമ്മളെ ടീം ശരിയില്ല, ഷെഫീഖ് ശരിയില്ല, കവിത ശരിയില്ല, ബഷീർ ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മേലുള്ളവര്. പക്ഷെ തിരിച്ച് ഈ പറയുന്ന കവിത അദ്ദേഹം പറയുന്നത് എന്താ, ഈ പറയുന്ന മാനേജർമാര് ശരിയില്ല എന്ന് പറയും. കാരണം എന്താണ് എനിക്ക് കിട്ടേണ്ടതൊന്നും അവർ തന്നിട്ടില്ല, എനിക്ക് മോട്ടിവേഷൻ തന്നിട്ടില്ല, എനിക്ക് ക്ലാരിറ്റി തന്നിട്ടില്ല, എനിക്ക് ഒരു സാധനം പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഈ രണ്ട് കൂട്ടരും രണ്ട് സൈഡിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നതല്ല ടീം ബിൽഡിംഗ്. അപ്പൊ അതിന്റെ അർത്ഥം നല്ല ടീമിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമിനെ കണ്ടാൽ ഉറപ്പിക്കണം ആ കമ്പനിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം ലീഡേഴ്സ് ഉണ്ടായിരിക്കും. എന്തായാലും നാലാമത്തെ, ഇദ്ദേഹത്തിന് ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം ഇന്നതാണ്,
ആ പ്രതീക്ഷിക്കുന്നത് നിനക്ക് നടപ്പിൽ വരുത്തണമെങ്കിൽ ഇന്ന വർക്കുകൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ നീ ചെയ്തിരിക്കണം. അത് ചെയ്യുന്ന രീതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ പ്രൊഡക്റ്റിനെ പഠിപ്പിച്ചു കൊടുക്കണം. ആ സെയിൽസിന്റെ ടെക്നിക്ക് പഠിപ്പിക്കണം. അതിന്റെ മോക്ക് സെഷൻസ് നടത്തണം. അക്കൗണ്ട്സ് ആണെങ്കിൽ ചെയ്യേണ്ട രീതി ഏകദേശം പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇദ്ദേഹത്തിനെ പറഞ്ഞു കൊടുത്ത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവും. എന്താണ് ഷെഫീഖിന്റെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തെങ്കിലും ഈ പ്രതീക്ഷകൾ മാത്രമായിരിക്കും തിരിച്ചൊന്നും കിട്ടലുണ്ടാവില്ല അല്ലെ. അപ്പൊ 4ാമത്തെ പോയിന്റ്, ഇത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അതിൽ കുറച്ച് റിവേഴ്സ് പ്ലാനിങ് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ പറയാം. ഇനി 5ാമത്തെ, നമ്മൾ ആദ്യം നല്ല വിഷനൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്തു കൊടുത്തു, നമ്മള് ക്ലാരിറ്റി കൊടുത്തു, പിന്നെ അത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി അവസാനിക്കില്ല. കാരണം ഈ ടീം ബിൽഡിംഗ് എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോയിന്റുകൾ മുഴുവൻ ഭൂരിഭാഗവും ടീം ലീഡേഴ്സ് ചെയ്യേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ടീം ബിൽഡിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് ടീമിന്റെ കടമയല്ല, ആ ടീം ലീഡറുടെ കടമയാണ്, അല്ലെങ്കിൽ ഒരു ഓണറുടെ കടമയാണ്, അല്ലെങ്കിൽ പാർട്ട്ണറുടെ കടമയാണ്, ഡയറക്ടറുടെ കടമയാണ്. അപ്പൊ 5ാമത്തെ, നമുക്ക് ഇദ്ദേഹത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ സെയിൽസിന്റെ ടീം മാത്രമല്ല, അത് പർച്ചേസിന്റെ ആയിരിക്കാം, പ്രൊഡക്ഷന്റെ ആയിരിക്കാം, സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻസിന്റെ ആയിരിക്കാം, ഒരുപക്ഷെ HR-ന്റെ ടീമായിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമായിരിക്കും, എന്ത് ടീമായിക്കോട്ടെ. എന്ത് ടീമും ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് അല്ലെ, ഒരു ടീമാണ്. എങ്കിൽ ആ ടീമിനെ അവരുടെ ലീഡർ നിർബന്ധമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യല്ല, കാലത്ത് വിളിച്ചിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കലല്ല. ആ മോട്ടിവേഷൻ കൊടുക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് മോട്ടിവേഷൻ തന്നെ കൊടുക്കുന്നത് യു ക്യാൻ ഡു എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി അത് എങ്ങനെ ചെയ്യണം? നീ ചെയ്തത് കറക്റ്റ് തന്നെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നേരത്തെ ടാർഗറ്റ് റിമൈൻഡ് ചെയ്യുക. നമ്പർ ഓഫ് ഡേയ്സ്, ഇനി അവസാനിക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് ബാലൻസ് ഉള്ളത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാ. നിനക്ക് ഇനി ടാർഗറ്റ് ബാലൻസ് ഉള്ളത് ഇത്രയാന്ന് പറയാ. നിന്റെ കയ്യിൽ നിന്ന് തന്നിട്ടുള്ള വർക്കിന്റെ മൈനസും പ്ലസും മൈനസും പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന് മോണിറ്റർ ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യുകയും ചെയ്യുക. ഇതിന് ഉദ്ദേശിക്കുന്നത് മോണിറ്റർ ചെയ്യും, റിവ്യൂ ചെയ്യലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് നല്ല ക്ലാരിറ്റി തന്നു, വർക്ക് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നു, പക്ഷെ നിനക്ക് പ്ലസും മൈനസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിനക്ക് ടാർഗറ്റ് ഇത്രയുണ്ട്, എന്തെങ്കിലും സഹായം നമ്മുടെ കയ്യിൽ നിന്ന് വേണോ, അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മോട്ടിവേഷൻസും റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോ എന്റെ ആലോചിക്കുക, നമ്മൾ മെഷീനുകളെ എല്ലാം മാനേജ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ ഔട്ട്പുട്ടുകളെ. നമ്മൾ എത്രത്തോളം ഇവരെ നല്ലപോലെ ഗൈഡ് ചെയ്യുന്നോ ആ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ മോട്ടിവേഷൻ ലെവൽ കൂടുകയും ഇവർക്ക് അതിനനുസരിച്ച് മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തതിനേക്കാൾ മേലെ. അതുകൊണ്ടാണല്ലോ ഈ ഒരു കൂട്ടം തൊഴിലാളികൾ ഉണ്ടായിട്ട് എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അതേസമയം നമ്മളൊരു പ്രോഗ്രാം കൊടുത്തൊരു കമ്പ്യൂട്ടർ, ഒരു പ്രോഗ്രാം കൊടുത്തൊരു മെഷീൻ, അത് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരൂ, അതിന് മേലെ ഔട്ട്പുട്ട് തരൂല, അതിന് കുറവും തരില്ല. പക്ഷെ മനുഷ്യന്മാർ മാത്രമല്ല, ചിലർ ടോപ്പ് പെർഫോമർ ആവുന്നു, ചിലർ വളരെ കുറവ് പെർഫോമർ ആവുന്നു, ചില ആവറേജ് ആവുന്നത് എന്തുകൊണ്ടാ? അവരുടെ കഴിവ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ആ കഴിവ് ഉപയോഗിക്കുന്ന തലച്ചോറ് ആ വ്യക്തിയിൽ മാത്രമാണ്. നമുക്ക് പുറത്തുനിന്ന് ഇദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യാനും ക്ലാരിറ്റി കൊടുക്കാനും മാത്രമല്ലേ പറ്റൂ. പക്ഷെ എങ്കിലും ഈ പുറത്തുനിന്ന് അത് മാത്രം കൊടുക്കാൻ പറ്റുമെങ്കിലും ആ കൊടുക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ മാക്സിമം എന്ന് പറയുന്നത് ചിലപ്പോൾ പക്ഷെ നമുക്ക് നിർണ്ണയിക്കാൻ പോലും പറ്റാത്തതാണ്. അപ്പൊ അതുകൊണ്ട് 5ാമത്തെ, കണ്ടിന്യൂസ് മോട്ടിവേറ്റ് ചെയ്യുക, അദ്ദേഹത്തിന് റിമൈൻഡ് ചെയ്യുക ടാർഗറ്റ്. ഇനി ബാലൻസ് നമ്പർ ഓഫ് ഡേയ്സ് പറഞ്ഞു കൊടുക്കുക, ചെയ്യുന്നതിന്റെ പ്ലസും മൈനസും പറഞ്ഞു കൊടുക്കുക, അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുക, കണ്ടിന്യൂസ് എന്റെ കൂടെ ഞങ്ങളും യാത്ര ചെയ്യുന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കുക. ഇതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ, നമുക്ക് നല്ലൊരു ടീം ഉണ്ടാവണമെങ്കിൽ ഉറപ്പാണ് എല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യുക എന്നർത്ഥം. മിക്കവാറും സ്ഥലങ്ങളിൽ കാര്യം നടന്നില്ലെങ്കിൽ ഈ മാനേജേഴ്സിന്റെ വിധം അങ്ങോട്ട് മാറും. അത് വിരോധമില്ല, മനുഷ്യന്മാരാണ്. കാരണം കാശ് ചെലവാക്കുന്ന ആള് അല്ലെങ്കിൽ നല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ താഴെ ആൾക്കാർ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ദേഷ്യമൊക്കെ വന്നേക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷെ ദേഷ്യത്തിനേക്കാൾ കൂടുതൽ വേണ്ട ആലോചിക്കുക, ഞാൻ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ ടീമിന് കൊടുത്തിട്ടുണ്ടോ, ഞാൻ ഇദ്ദേഹത്തിന് ക്ലാരിറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഞാൻ ഇദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ ഇദ്ദേഹത്തിന് റിവ്യൂ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഞാൻ ഇദ്ദേഹത്തിന് കൂടെ നിർത്തിയിട്ടുണ്ടോ? ഇതൊന്നും പറയാതെ നീ എന്താ ടാർഗറ്റ് ചെയ്യാത്ത, നീ എന്താ നേരം വൈകി വരുന്നേ, നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ശമ്പളം മാത്രം തന്നാൽ മതിയോ, എന്ത് ഗുണമാണ് നിങ്ങളെ കൊണ്ട് കമ്പനിക്ക് ഉള്ളത് എന്ന് ചോദിക്കുന്ന രീതി തീർച്ചയായിട്ടും. കാരണം എപ്പോഴും ആലോചിക്കുക, ഈ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വിചാരിക്കുന്നത് ഈ ലീഡേഴ്സും മുതലാളിമാരൊക്കെ ഭയങ്കര പൈസ ഉണ്ടാക്കണവരും ഞങ്ങൾ മാത്രം ഈ പറഞ്ഞ അടിമകളെ പോലെ വർക്ക് ചെയ്യുന്നവരുന്നാണ്. അതുകൊണ്ടാണ് ഇത് വിൻ വിൻ സിറ്റുവേഷൻസിൽ പോകാത്ത സാഹചര്യത്തിലൊക്കെ രണ്ടും രണ്ട് ടീമായിട്ട് നിൽക്കുക. ഇവർ ഒരുമിച്ച് ഒരു ടീമാണെന്നൊക്കെ പറയുമെങ്കിലും എപ്പോഴും എംപ്ലോയീസിന്റെ മനസ്സിൽ ഈ മാനേജർമാർക്ക് വേറൊരു സ്ഥാനം, കാരണം അവർ വേറെ സ്ഥലത്തിരിക്കുന്ന ആള്
അവർക്കൊരു AC റൂമിൽ ഇരിക്കുന്ന ഒരാള്, അവർക്ക് അധ്വാനത്തിനെ കുറിച്ച് അറിയാത്ത ഒരാള്, ഞങ്ങളെ സഹായിക്കാത്ത ആള്, കഷ്ടപ്പെടാത്ത ആള് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെ എപ്പോഴും മാനസികമായിട്ട് നല്ല സെറ്റപ്പിൽ കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ഇവര് ക്ലാരിറ്റി മോട്ടിവേഷൻ കൊടുത്താലും ഒരു വർക്ക് ചെയ്യില്ല. അതിന് ഇവർ റെസ്പെക്ട് ചെയ്യുക. കാരണം എപ്പോഴും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ്, പൈസയേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുക എന്ന് പറയാം. ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, കൺസിഡർ ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അദ്ദേഹത്തിന് കുറച്ച് റെസ്പെക്ട് ആൾക്കാരെ മുന്നിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത്. പല ഓഫീസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു 10 പൈസ ചെലവില്ലാത്ത കാര്യമാണ് അപ്രീസിയേഷൻ. 10 പൈസ ചെലവില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് ചെയ്യുക. 10 പൈസ ചെലവില്ലാത്ത കാര്യമാണ് ഒന്ന് തോളത്ത് തട്ടുക. ഇതുപോലും ചെയ്യാത്ത മാനേജർ നമ്മൾ കണ്ടോ? അപ്പൊ ഇദ്ദേഹം എന്ത് വിചാരിക്കും? ഓ, എന്റെ മാനേജർക്ക് ഒന്നും യാതൊരു ഗുണമില്ല അല്ലെ, എന്നെ ഒരു അപ്രീസിയേഷൻ അദ്ദേഹം ചെയ്യില്ല, ഞാൻ കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് 4 ആളുടെ മുന്നിൽ എന്റെ പേര് അദ്ദേഹം പറഞ്ഞില്ലല്ലോ, അപ്പുറത്തുള്ള ആൾക്കാർ ഒന്നും ചെയ്യണില്ല, ഞാൻ കഷ്ടപ്പെട്ട് കുറെ സെയിൽസ് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം എനിക്ക് ഇൻസെന്റീവ് തന്നില്ലല്ലോ. അപ്പൊ ഈ പറയുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാം എന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാല് എല്ലാവരും മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ചീത്ത പറയണമെങ്കിൽ അത് രഹസ്യമായിട്ടായിരിക്കണം, നിങ്ങൾക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് എന്നാണ് പറയാം. ഇതൊരു വളരെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഞാൻ ഇതല്ല, റെസ്പെക്ട് എന്ന് പറയുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മിനിമം ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, എല്ലാവരും മുന്നിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ലൊരു കാര്യം ചെയ്താൽ എല്ലാവരും മുന്നിൽ വെച്ച് മീറ്റിംഗിൽ പറയുക. അതേസമയം നിങ്ങൾക്ക് അവർ ഉപദേശിക്കണമെങ്കിലോ ഒരിക്കലും എല്ലാവരും മുന്നിൽ ചെയ്യാൻ പാടില്ല. ഉപദേശം എന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ചീത്ത പറച്ചിലിന് തുല്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നിങ്ങൾക്ക് അവരെ നല്ല ടീം മെമ്പറായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഒരാളെ പുറത്താക്കണമെങ്കിൽ ഏറ്റവും നല്ല പരിപാടി എല്ലാവരും മുന്നിൽ ചീത്ത പറഞ്ഞാൽ മതി. 2 3 പ്രാവശ്യം ഒരാളെ ചീത്ത പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ റിസൈൻ ചെയ്ത് പോകണമെന്ന് പോലും പറഞ്ഞാൽ പോകും. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു സ്വന്തം ആത്മാഭിമാനം എന്നൊക്കെ പറയില്ലേ, ഈ സംഭവത്തിന് ഭയങ്കര പ്രാധാന്യമാണ്. നിങ്ങൾ അവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ദേഷ്യം ഉണ്ടാവും, പക്ഷെ അതിനേക്കാളും പ്രശ്നമായിരിക്കും എല്ലാവരും മുന്നിൽ വെച്ച് അതിനെ ഇൻസൾട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ടീമിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക, അവരെ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ മേലിൽ മനുഷ്യത്വം കാണിക്കുക. ഈ മനുഷ്യത്വം കാണിക്കുക, റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ അവനെ സുഖിപ്പിച്ച് നടത്താന്നൊന്നല്ല അതിന്റെ അർത്ഥം. അതായത് പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പറയുകയും നേരത്തെ പറഞ്ഞ പോലത്തെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ശരിയാവുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്തോളാം പറയുകയും ചെയ്യാം. അതൊന്നും വിരോധമില്ല. പക്ഷെ ഒരു ടീമായിട്ട് നിലനിർത്തണമെങ്കിൽ ഇദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യണം. അടുത്ത 7ാമത്തെ പോയിന്റ്, നമുക്കറിയാം എല്ലാ ടീമും അല്ലെ, ഇപ്പൊ ഞാൻ സപ്പോസ് കവിതയാണ് എന്റെ മാനേജർ എന്ന് വിചാരിക്കുക. നമ്മളൊക്കെ എനിക്ക് മറ്റുള്ളവരുടെ പേര് കാണാത്തതുകൊണ്ടാണ് കേട്ടോ, മാത്യു, ദിനേശ്, റുഫീന, കുറെ ആൾക്കാരുണ്ട്. ഏതായാലും നമ്മളെല്ലാവരും ഇവരെ ടീമിൽ ഒരാളാണെങ്കിൽ നമുക്ക് ഇതില് എനിക്കെല്ലാം ചെയ്യാൻ പറ്റില്ല അല്ലെ. ഓരോരുത്തർക്കും അവരവരുടെ ഡ്യൂട്ടി ഉണ്ട്. ടീം ലീഡർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്, ടീമിൽ ജൂനിയർ മാനേജേഴ്സിന് ഡ്യൂട്ടി ഉണ്ട്, ഏറ്റവും താഴെയുള്ള എക്സിക്യൂട്ടീവ്സിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ പൊതുവെ നമ്മൾ പറയാനുള്ളത് ഡെലിഗേഷൻ എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക, ഏൽപ്പിക്കുകയും ചെയ്യാം. ഈ ഡെലിഗേഷന് 2 ഗുണമുണ്ട്. ഒന്ന്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ എനിക്ക് വ്യക്തത വരും. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്താൽ മതി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ഓർഗനൈസേഷനിലൊക്കെ പാലിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിൽ 2ാമത്തെ കാര്യം എന്താ, ഈ ഡെലിഗേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ കവിത എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. ഈ സത്യത്തിൽ എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, എന്നെ ബുദ്ധിമുട്ടിക്കാനായിരിക്കും. 2ാമത്, ഞാൻ എഫിഷ്യന്റ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. ഓർഗനൈസേഷനിൽ ഈ 2ാമത് പറഞ്ഞ കാര്യമാണ് എല്ലാവരും ആലോചിക്കുക. എഫിഷ്യന്റ് ആയിട്ടുള്ളവരെ മാത്രമേ മാനേജേഴ്സ് പലതും ഏൽപ്പിക്കൂ. അതുകൊണ്ട് നിങ്ങൾ നല്ല എഫിഷ്യൻസി പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ പലതും ഏൽപ്പിക്കുക. പക്ഷെ ഡെലിഗേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം കേട്ടോ. ഡെലിഗേഷൻ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഡെലിഗേഷൻ ചെയ്യുമ്പോൾ വെറുതെ ഷെഫീഖിനെ ഏൽപ്പിക്കലല്ല, ഷെഫീഖിന് അതിൽ കഴിവുണ്ടായിരിക്കണം. ഷെഫീഖ് എന്ന് പറഞ്ഞ ആൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം, അത് നിങ്ങൾ കൂടെ മോണിറ്റർ ചെയ്യുന്നതൊക്കെ വേണം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയൊരു അപ്രീസിയേഷൻ ആണ് എന്നെ ഒരു കാര്യം എന്റെ മാനേജറെ ഏൽപ്പിച്ചു. അപ്പൊ ഒരു ടീമിനെ നല്ലപോലെ വളർത്തിയെടുക്കുന്ന ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഡെലിഗേഷൻ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി 8ാമത്തെ പോയിന്റ്, നമുക്ക് നല്ല ടീമിനെ വേണം, എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്യണം, കമ്പനി വളരണം, ഓരോരുത്തർക്കും ശമ്പളം കിട്ടണം, അങ്ങനെ നമ്മൾ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇതൊക്കെയാണ് നമ്മൾ ടീം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഒരു എംപ്ലോയി പ്രതീക്ഷിക്കുന്ന നല്ല ശമ്പളം കറക്റ്റ് സമയത്ത് കൊടുക്കുക, 2ാമത് നല്ല സന്തോഷം ഉണ്ടാവുക, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക. ഈ 3 കാര്യം നമ്മൾ കൊടുക്കണം. ഈ 3 കാര്യം കൊടുക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടാവും, വെറുതെ കൊടുക്കാൻ പാടില്ല. അതായത് ഇപ്പൊ ഒരാള് ഇന്ന് എന്നെ നോക്കി ചിരിച്ചു, ആ ചിരിച്ചത് കൊണ്ട് അവന് മാസം 100 രൂപ എക്സ്ട്രാ കൊടുക്കാൻ പറ്റും? ഇല്ല.
അതായത് ഏൽപ്പിക്കപ്പെട്ട ജോലി അദ്ദേഹം എത്ര ഭംഗിയിൽ ചെയ്തു എന്ന് നോക്കിയിട്ടാണ് ഇദ്ദേഹത്തിന് ഉയർച്ച കൊടുക്കുന്നതൊക്കെ. ആ ഉയർച്ച കൊടുക്കുന്നത് അത് ഇൻക്രിമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസെന്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിന്റെ ഹെഡ് ആയിട്ടായിരിക്കാം, എന്തെങ്കിലും നേതൃത്വ പദവി ആയിരിക്കാം. ഇത് കൊടുക്കാനായിട്ട് നമ്മളുടെ പറയുന്ന ക്രൈറ്റീരിയനാണ് പെർഫോമൻസ് അപ്രൈസൽ സംവിധാനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത്, എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാഞ്ഞത്, എന്തുകൊണ്ടാണ് എന്റെ സാലറി തടഞ്ഞു വെച്ചത്, എന്തുകൊണ്ടാണ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്റെ ബോസ് എന്നെ ചീത്ത പറയേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ട്രെയിനിങ് തരുന്നത്. ആ എന്തുകൊണ്ട് എന്ന് പറയുന്നതിന്റെ ഉത്തരം എടുക്കുന്നത് മുഴുവൻ ഈ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുന്ന, പെർഫോമൻസിനെ വിലയിരുത്തുന്ന ഒരു പ്രാക്ടീസിലൂടെയാണ്. എന്ന് വെച്ചാൽ ഷെഫീഖിന് എന്തുകൊണ്ടാ പ്രൊമോഷൻ കൊടുത്തതെന്ന് ഇവിടെ മനോജ് ചോദിച്ചാൽ ആ മനോജിന്റെയും ഷെഫീഖിന്റെയും പെർഫോമൻസ് അപ്രൈസൽ സംവിധാനമാണ് അതിന് തെളിവെന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു ടീമിനെ നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ശമ്പളം കറക്റ്റ് കൊടുക്കണം, നല്ല സന്തോഷം ഉണ്ടാവണം, നല്ല ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ആ ചെയ്യുന്ന മെത്തേഡ് പെർഫോമൻസ് അപ്രൈസൽ സംവിധാനം നമ്മുടെ ഈ കമ്പനിയിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ട്. അവിടെ നമുക്ക് തരംതിരിവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടും ഇദ്ദേഹത്തിന്റെ ജോലിയുള്ള പ്രാവീണ്യം കൊണ്ടും മാത്രമാണ്. ഇനി അടുത്ത 9ാമത്തെ, നമ്മൾ ഇതൊക്കെ ചെയ്തു, 1, 2, 3, 4, 8 വരെ പോയിന്റ് ചെയ്തു. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം ഈ ടീം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ നേരത്തെ പോലെ മനുഷ്യന്മാരാണ്. ഇവർക്ക് എപ്പോ വേണമെങ്കിൽ ഡിമോട്ടിവേഷൻ വരാം, എപ്പോ വേണമെങ്കിൽ അടുത്ത കമ്പനി പോവാം, എപ്പോ വേണമെങ്കിൽ സങ്കടം വരാം, എപ്പോ വേണമെങ്കിൽ സന്തോഷം വരാം. അതുകൊണ്ട് തന്നെ എത്ര സമയത്തും ചില സ്കില്ല് കുറയാം, ചില സമയത്ത് സ്കില്ല് വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് എല്ലാ ടീമിനും നമ്മൾ നിരന്തരം കൊടുക്കേണ്ട കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയിലെ ഒരു നിത്യമായിട്ടുള്ള കാര്യമായിരിക്കണം. പക്ഷെ പല സ്ഥലത്തും ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കമ്പനികളിലൊക്കെ ഈ ട്രെയിനിങ് ഒക്കെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ട്രെയിനിങ് പർപ്പസ്ഫുള്ളി കൊടുക്കുന്ന ഒരു കുറവാണ്. എന്ന് വെച്ചാൽ 2-3 മാസം മുമ്പ് ഒരു ട്രെയിനിങ് കൊടുക്കും, ആ ട്രെയിനിങ്ങിൽ കുറെ എംപ്ലോയീസ് ഒക്കെ വന്നിട്ട് കൈയടിച്ച് പാസ്സാക്കും, അവിടെ കുറച്ച് അവാർഡും കൊടുക്കും, കുറച്ച് ഭക്ഷണം കഴിച്ചാണ്ട് പോവാന്നല്ലാതെ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല. എന്തിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്? എനിക്കില്ലാത്തൊരു സവിശേഷത സ്കില്ല് വളർത്തിയെടുക്കണം, അല്ലെ? എന്റെ കമ്പനിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഷെഫീഖിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ട ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പ്രൊഡക്റ്റ് അറിയില്ലെങ്കിൽ എന്നെ പ്രൊഡക്റ്റ് പഠിപ്പിക്കണം, എനിക്ക് ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം, എനിക്ക് സെല്ലിംഗ് സ്കില്ല് കുറവാണെങ്കിൽ സെല്ലിംഗ് സ്കില്ല് പഠിപ്പിക്കണം. ഇങ്ങനെ ക്രമമായിട്ട് ഒരു ടീമിന് നിങ്ങൾ സംഭവങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ടീം നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ലൊരു ടീം ബിൽഡിംഗ് നടക്കില്ല. അതിലൊരു പക്ഷെ ലേണിംഗ് പ്രോസസ് ആയിരിക്കാം, അല്ലെ? ചിലപ്പോൾ ഒരു പക്ഷെ മോശമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള എന്നെ സംബന്ധിച്ച് എങ്ങനെ നന്നായി വർക്ക് ചെയ്യണം എന്നുള്ള പഠനമായിരിക്കും കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ സെല്ലിംഗ് സ്കില്ല് കൂട്ടണമെങ്കിൽ ചിലപ്പോൾ ക്ലോസിംഗ് മോശമാണ് എന്റെ, അങ്ങനെ ക്ലോസിംഗ് ടെക്നിക്കാണ് എന്നെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ ആവശ്യമുള്ള ട്രെയിനിങ്ങുകൾ അതാത് സമയത്ത് നമ്മൾ കൊടുക്കണം. കാരണം ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് അതൊരു ടോണിക് പോലെയാണ്. നമ്മളിപ്പോ ട്രെയിനിങ് ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യമാണ്, ട്രെയിനർമാരും നിറഞ്ഞു, ട്രെയിനിങ്ങും നിറഞ്ഞു, യൂട്യൂബും നിറഞ്ഞു. പക്ഷെ ഇതൊന്നും ഇഫക്റ്റീവ് ആയിട്ട് പല കമ്പനിലും ഉപയോഗിക്കില്ല. എന്നുവെച്ചാൽ ട്രെയിനിങ് കേട്ടിട്ട് പെടുന്ന സാധനമല്ല. ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ഷെഫീഖിനെ കൊണ്ട് മാനേജേഴ്സ് പറയണം. അപ്പൊ ഇത് ക്രമമായിട്ട് നടക്കുക, അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക, എല്ലാവരും നിർബന്ധമായിട്ട് ടെക്നിക്കൽ ക്വാളിഫൈഡ് ആകുക, എല്ലാവരും നിർബന്ധമായിട്ട് ഇന്ന പുസ്തകങ്ങൾ വായിക്കുക, എല്ലാവരും നിർബന്ധമായിട്ട് മോക്ക് സെഷനിൽ പങ്കെടുക്കുക, എല്ലാവരും നിർബന്ധമായിട്ട് പ്രൊഡക്റ്റ് പഠിക്കുക. ഇതിനൊരു ചട്ടക്കൂട് ഈ മാനേജേഴ്സ് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന കമ്പനിയുടെ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങളിലേക്ക് ഷെഫീഖിനെ പോലത്തെ ആൾക്കാർ വളരും, അല്ലെ? എനിക്കൊരു ട്രെയിനിങ്ങും ഇല്ല, എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, എനിക്ക് അക്കൗണ്ട്സിൽ മുഴുവൻ മിസ്റ്റേക്ക് വരികയാണ്, എന്റെ കമ്പനി എനിക്ക് ഒരു ട്രെയിനിങ് തരുന്നില്ല. അവര് പറഞ്ഞെന്താ, നീ ബികോം പഠിച്ചല്ലേ, നീ എംകോം പഠിച്ചല്ലേ, നിന്നെ അതിനുള്ള ജോലിക്ക് എടുത്തേ. സത്യത്തിൽ ഇവിടെയുള്ള ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്, ഇതുകൊണ്ടുള്ളതാണ് ജോലി കിട്ടിയത്. പക്ഷെ ഒരു ബികോം പഠിച്ച ഒരാൾക്ക് നിങ്ങൾ എന്താ ഓഡിറ്റിംഗ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ടേ? അത് MBA സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ഒരാൾക്ക് സെല്ലിംഗ് സ്കില്ല് വളർത്തണ്ടേ? അല്ല ഒരു ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ വേറെ പ്രൊഡക്ഷന്റെ ഒന്നും പഠിപ്പിക്കണ്ടേ? അത് മനുഷ്യന്മാരും നിരന്തരം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ടീമിനെ, അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ടീമിനെ ഉണ്ടാക്കല് വലിയ എളുപ്പമുള്ള പണിയൊന്നല്ല, ഇത് ശ്രമകരമായിട്ടുള്ള പണിയാണ്. അതുകൊണ്ടാണ് വലിയ വലിയ ഓർഗനൈസേഷനിൽ ഈ ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് അവരുടെ ജനങ്ങള് ഈ പറഞ്ഞ ടീം നന്നാവുന്നതും നല്ലപോലെ വർക്ക് ചെയ്യുന്നതും. അപ്പൊ 9ാമത്തെ, ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി 10ാമത്തെ, നമുക്കറിയാം നല്ല ടീം ഉണ്ടാവണമെങ്കിൽ ഒരു കൂട്ടം നല്ല വ്യക്തികൾ ഉണ്ടാവണം. ആ വ്യക്തികൾക്കൊക്കെ കോമൺ പർപ്പസ് ഉണ്ടാവണം.
ഞാൻ എന്റെ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, എന്റെ കമ്പനിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അടുത്ത കൊല്ലം 100 കോടിയുടെ ടേൺ ഓവർ ആണ്. അപ്പൊ ആ 100 കോടി ടേൺ ഓവറിൽ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ആ കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്താൽ എനിക്ക് ശമ്പളം കൂടുതൽ കിട്ടും, ഇൻസെന്റീവ് കിട്ടും. അതായത് ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അവർ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നല്ല ടീം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ വേണ്ട ഒരു കാര്യമാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സദസ്സിലിരുന്ന് ഓളിട്ട് സംസാരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. എന്ത് കാര്യവും, അതായത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതും ഒരു പരിധി വരെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എന്റെ കമ്പനിയിലെ പലരോടും എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കേണ്ട ലീഡേഴ്സിനോട് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ അച്യുതൻ മേനോൻ, അദ്ദേഹം നമ്മുടെ സ്റ്റാഫാണെന്ന് വിചാരിക്കുക. അദ്ദേഹം സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നുഫീന സെയിൽസിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ എല്ലാവരും സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സജീവ് എല്ലാവരും ഉണ്ട്. അവർക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് കുറെ ഫീഡ്ബാക്ക് കിട്ടി. ആ ഫീഡ്ബാക്ക് വന്നപ്പോ ഡോക്ടർ വിന്നർ ഷെരീഫാണ് നമ്മുടെ ഓണറെങ്കിൽ, അദ്ദേഹം ഡയറക്ടറാണ്. അദ്ദേഹത്തിനോട് വന്നിട്ട് പറയണം, സാർ ഞങ്ങൾ ഇങ്ങനെ പല കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുമ്പോ അവർ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പ്രശ്നമാണെന്ന് പറഞ്ഞു. എടുത്ത വഴി ഡോക്ടർ വിന്നർ ഷെരീഫ് പറയാണ്, ഷൗട്ട് ചെയ്യാണ്, എന്തുകൊണ്ട് അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ഞാൻ സ്വീകരിക്കില്ല എന്നുള്ളൊരു മെന്റാലിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതായത് പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് പിന്നെ അന്വേഷിച്ചറിയേണ്ട കാര്യമാണ്. അപ്പൊ എപ്പോഴും ഒരു ഓപ്പൺ ഡിസ്കഷന് എളുപ്പമാക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം, ഒരു കൂട്ടം വ്യക്തികളായിരിക്കണം, ഒരു കൂട്ടം ലീഡേഴ്സ് ആയിരിക്കണം നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അതിൽ ചിലപ്പോൾ നമുക്ക് അന്വേഷിക്കാം, ഈ നമ്മുടെ പ്രൊഡക്റ്റ് മോശമാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ പറയാം, ഷെഫി താങ്കളുടെ ട്രെയിനിങ്ങുകൾ വളരെ മോശമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നെ എല്ലാവരും മുന്നിൽ മോശമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെ ഇകഴ്ത്തി സംസാരിച്ചു. ഇങ്ങനെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോ പെട്ടെന്ന് എനിക്ക് ഒരാളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾ അപ്രോച്ചബിൾ ആവാന്ന് വെച്ചാൽ അർത്ഥം എന്താ? എനിക്ക് എന്ത് കാര്യവും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ആ കമ്പനിയുടെ ലീഡേഴ്സ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിക്കുക, എന്ത് രസമായിരിക്കും അല്ലെ? ആ ടീമിന് എന്ത് കാര്യം വന്ന് പറയാം, അത് വന്ന് പറഞ്ഞതിന് ശേഷം അത് മുഴുവൻ അവർ കേൾക്കുവാണ്. ഇപ്പൊ നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മളെ മക്കളുടെ കാര്യത്തിൽ ആലോചിക്കുക, നമ്മളൊന്നും പാലിക്കാത്ത കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോ നീ മിണ്ടാണ്ടിക്കെന്ന് പറയും. എന്തുകൊണ്ടാ? നമ്മൾ മിണ്ടാണ്ടിക്ക് നമുക്കത് സീരിയസ് അല്ലാത്തത്. പക്ഷെ ആ കുട്ടി പിന്നെ പറയില്ല. 2-3 പ്രാവശ്യം നമ്മൾ സംസാരിച്ചു നോക്കി എങ്ങനെ, പിന്നെ ആ കുട്ടിക്ക് ഇത് കേൾക്കുന്ന ആൾക്കാരോട് പോയി പറയും. അത് കൂട്ടുകാരനായിരിക്കാം, ടീച്ചറായിരിക്കാം, അല്ലെ, അയൽവക്കക്കാരായിരിക്കാം. അപ്പൊ ഈ എപ്പോഴും ഇത് ലിസൺ ചെയ്യുക, അത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുക, ഫീഡ്ബാക്കുകളെ പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്ന സ്വഭാവം ടീം ലീഡേഴ്സിന് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ടീം ബിൽഡിങ്ങില് ടീമല്ല ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെയും ടീം ലീഡേഴ്സ് ആണ്. നിങ്ങൾ എപ്പോഴും കാര്യം ശ്രദ്ധിച്ചാൽ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ് ടീം ബിൽഡിങ്ങിന് വേണ്ട. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. ടീമായിട്ട് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ ഗൈഡ് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ്. അവരെ ഗൈഡ് ചെയ്യേണ്ടത് ടീം ലീഡേഴ്സ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, എവിടെയാണോ നിങ്ങൾക്ക് നല്ലൊരു ടീം, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, നല്ല മോട്ടിവേറ്റഡ്, നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ടീമിനെ നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ, ആ കമ്പനിയിൽ ഏറ്റവും നല്ല ടീം ലീഡർ ഉണ്ടായിരിക്കും, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം ലീഡർ ഉണ്ടായിരിക്കും. അപ്പൊ 10ാമത്തെ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉള്ള കമ്പനി ആയിരിക്കണം. അവിടെ ലിസൺ ചെയ്യണം, അവരെ ഫീഡ്ബാക്ക് എടുക്കണം, അവർ പറയുന്ന കാര്യങ്ങളെ അവരെ അപ്രോച്ചബിൾ ആയിരിക്കും എന്ന് പറയും. ഇനി 11ാമത്തെ, നമുക്കറിയാം ടീമൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരേ കോമൺ പർപ്പസിനാണ്. ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ എന്ന് പറയുന്നത് ഓരോരുത്തരും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ നേടുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരും ഈ വിൻ സിറ്റുവേഷൻസിലേക്ക് അക്കൗണ്ടബിൾ ആക്കാന്ന് പറയും. സാധാരണ ഇതിൽ ഇപ്പൊ ഷഫീഖ് വൺ ഓഫ് ദ ടീം മെമ്പേഴ്സ് ആണെന്ന് ഇരിക്കുക, ഇവിടെ ഇരിക്കുന്ന കവിത അല്ലെങ്കിൽ നമ്മുടെ നസീർ സാറാണ് ഇതിന് ഓണറെങ്കിൽ, ഈ പറയുന്ന ഷഫീഖ് ചെയ്യുന്ന കാര്യങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കണം, അല്ലെ? ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതായത് സാധാരണഗതിയിൽ അങ്ങനെ പറയുന്ന വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടോ, ചില സാഹചര്യത്തിൽ ടീം വിജയിക്കുമ്പോ ഇൻഡിവിജ്വലി തോൽക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളത് പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്. ടീം വിജയിച്ചു, അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ കമ്പനി വിജയിച്ചു, അതായത് മണി ടെക് മീഡിയ എന്ന് പറഞ്ഞ കമ്പനി വിജയിച്ചു. പക്ഷെ ഞാൻ മാത്രം സങ്കടപ്പെട്ടിരിക്കുക. ടീമിലെ മെമ്പറാണ് ഷഫീഖ്, പക്ഷെ ഷഫീഖിന് സന്തോഷമില്ല എന്ന് ആലോചിക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കും, ശരി ടീം ജയിച്ചുല്ലോ, മണിടെക് ജയിച്ചു, മണിടെക് ഉദ്ദേശിച്ച ടാർഗറ്റ് കിട്ടി, അല്ലെങ്കിൽ മണിടെക് ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടി, ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തു, പിന്നെ എന്താ പ്രശ്നം? പക്ഷെ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇതിലിരിക്കുന്ന ഒരു ടീം മെമ്പർക്ക് സന്തോഷമില്ല. അതിന്റെ അർത്ഥം ടീം വിജയിക്കുമ്പോൾ ഇൻഡിവിജ്വലി ഫെയിൽ ആവുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ എന്താ, ഈ ടീം വിജയിക്കാനുള്ള കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ ടീം ലീഡേഴ്സ് അത് മറന്നുപോയത്. കാരണം എന്താ, അങ്ങനെ മറന്നുപോയാൽ പിന്നെ ഷെഫീഖ് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും, ഞാൻ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ടീം ലീഡർ ആണെങ്കിലും ശ്രദ്ധിക്കില്ല, ടീം വിജയിച്ചുല്ലോ,
ഇപ്പൊ നമ്മളൊക്കെ പണ്ട് വർക്ക് ചെയ്യുമ്പോൾ ടാർഗറ്റ് ആയി എന്ന് വെച്ചോ, ഒരു ബ്രാഞ്ചിന്റെ ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പല മാനേജേഴ്സും ഈ പറഞ്ഞ കാര്യമൊന്നും ചെയ്യില്ല, ആരും ചെയ്ത് പറയില്ല. കാരണം എന്താ പറയാ, എന്തായാലും ബ്രാഞ്ചിന്റെ ടാർഗറ്റ് ആയില്ലേ. പക്ഷെ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ബ്രാഞ്ചിന്റെ ടാർഗറ്റ് ചെയ്യാൻ സഹായിച്ച ആരോഗ്യ, ആ ടാർഗറ്റ് ചെയ്യാൻ സഹായിച്ച ആൾക്കാർക്ക് മാത്രമല്ല ഇൻസെന്റീവ് കൊടുക്കുക. ഇവിടെ ഇരിക്കുന്ന കവിത, മിസസ് കവിത ജോയ്ക്ക് ഒരു ഇൻസെന്റീവ് കിട്ടി. ഷെഫീഖിന് എന്താ ഗുണം? കാരണം കവിത നല്ലപോലെ വർക്ക് ചെയ്തു, ബഷീർ നല്ലപോലെ വർക്ക് ചെയ്തു. അങ്ങനെ വരുമ്പോ സമയത്ത് ഈ പറഞ്ഞ ടീം വിജയിക്കുമ്പോൾ ഇൻഡിവിജ്വലി ഫെയിൽ ആവുന്ന ആൾക്കാരും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ ടീം ലീഡേഴ്സ് നന്നാകും. കാരണം ഇതിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ക്രിക്കറ്റുകളെ കണ്ടിട്ടുണ്ടാവും, ഈ ഫുട്ബോൾ മാച്ച് ഒക്കെ കാണുമ്പോൾ നമ്മൾ ലാസ്റ്റ് കപ്പൊക്കെ കിട്ടി കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും നമ്മൾ TV ഓഫ് ചെയ്യും. പക്ഷെ അവിടെ അതിനുശേഷം അവർ അനാലിസിസ് നടത്തും. എങ്ങനെ അനാലിസിസ് നടത്താം? അതായത് ഒരു പക്ഷെ ആ ടീം കപ്പ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എങ്കിൽ ഇപ്പോൾ ഒരു അനാലിസിസ് നടത്തും. എത്ര ബോളാണ് നമ്മൾ ഇന്നാള് മിസ് ചെയ്തത്, എത്ര പ്രാവശ്യമാണ് അത് സ്ട്രൈക്ക് കറക്റ്റ് ആവാഞ്ഞത്, അല്ലെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ ഫോർവേഡ് കളിക്കുന്ന ആൾക്കാർക്ക് ബോൾ എത്രത്തോളം മിസ്സായി. അപ്പോ അവരാലോചിക്കുന്നത് ടീം ജയിച്ചു, എന്തോ ഭാഗ്യം കൊണ്ട് എഫോർട്ട് കൊണ്ട് ജയിച്ചു. പക്ഷെ ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പരിശ്രമിച്ചില്ല എന്നുള്ളത് നോക്കും. എന്തുകൊണ്ടാ? ആ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നന്നായിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മൾ തോറ്റുപോലോ. ആ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നന്നായിട്ടില്ലെങ്കിൽ ഷെഫീഖിന് ഒരു ഗുണമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ടീം വിജയിച്ചത് കൊണ്ട് നിങ്ങൾ എല്ലാവരും വിജയിച്ചു എന്ന് അർത്ഥമില്ല. കാരണം എന്താ? ടീം വിജയിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ ടീം വിജയിക്കുമ്പോൾ ഇൻഡിവിജ്വലി ഫെയിൽ ആവാതിരിക്കാനായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അടുത്തത് നമ്മളൊരു വിരോധാഭാസമായിട്ടൊക്കെ തോന്നുന്ന ഒരു പോയിന്റ് ആണ് 12ാമത്തെ പോയിന്റ്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു, ട്രെയിനിങ് കൊടുക്കണം, മീറ്റിംഗ് കൊടുക്കണം, മോട്ടിവേഷൻ കൊടുക്കണം, റിവ്യൂ കൊടുക്കണം. ഇത്രയൊക്കെ പറഞ്ഞാലും ശരി, അൺനെസസറി മീറ്റിംഗ് ഒഴിവാക്കണം. അത് പല ടീം ലീഡേഴ്സിനുള്ള പ്രശ്നമാണ്. പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ മീറ്റിങ്ങുകൾ കൂടും എന്ന് വെച്ചാൽ മീറ്റിങ്ങിന് ഒരു പർപ്പസ് ഉണ്ട്, മീറ്റിങ്ങിന് ഒരു അജണ്ട ഉണ്ട്, മീറ്റിങ്ങിന് ഒരു ടൈം ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പല കമ്പനികളും മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഈ മോർണിംഗ് മീറ്റിംഗ് നടത്തുന്ന പല കമ്പനികളും കാലത്ത് ഒരു 9 മണിക്ക് ഷട്ടറൊക്കെ അടച്ചിട്ട് മോർണിംഗ് മീറ്റിംഗ്. ഈ മോർണിംഗ് മീറ്റിങ്ങിന് ഒരു പർപ്പസ് ഉണ്ട്, വീക്കിലി റിവ്യൂ മീറ്റിങ്ങിന് വേറെ പർപ്പസ് ഉണ്ട്, ട്രെയിനിങ്ങിന് വേറെ പർപ്പസ് ഉണ്ട്, അല്ലേ? പക്ഷെ ഈ പർപ്പസ് ഒക്കെ മറന്നു പോയിട്ട് ചില മാനേജർമാര് മോർണിംഗ് മീറ്റിംഗ് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ മീറ്റിംഗ് കൂടുന്നുണ്ട്. ഈ മോർണിംഗ് മീറ്റിങ്ങിന്റെ പർപ്പസിന് എന്താ? കാലത്ത് ഓഫീസിലേക്ക് എല്ലാവരും സന്തോഷകരമായിട്ട് വരിക എന്നർത്ഥം, നേരം വൈകാതെ നേരത്തെ വരിക. അവിടെ എന്താ ആവശ്യം? നമുക്ക് വെറും മോട്ടിവേഷനാണ് ആവശ്യം. അവിടെ മോട്ടിവേഷനും അന്ന് ചെയ്യേണ്ട വർക്കിന്റെ ഒരു അവലോകനം മാത്രം വെറും 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന മീറ്റിംഗ് ആണ് ഈ മാനേജർ 1/4 മണിക്കൂർ. ഈ 1/4 മണിക്കൂർ എന്തായിരിക്കും പറയാ? കഴിഞ്ഞ ദിവസം ടാർഗറ്റ് ആവാത്തതിനെ കുറിച്ച് ചിത്ത പറയും, ഡിമോട്ടിവേഷൻ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാ, ആ മീറ്റിംഗ് കൊണ്ട് അന്നത്തെ ദിവസം ഏതെങ്കിലും ആൾക്കാർക്ക് ഗുണം ഉണ്ടാവോ? ആരെങ്കിലും കാലത്ത് ഡിമോട്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. അപ്പൊ മീറ്റിങ്ങുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ അൺനെസസറി മീറ്റിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കും വേണം. ഇനി അടുത്ത പോയിന്റ്, നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇത്രയും നേരം പറഞ്ഞു, നമ്മളവരെ കയ്യിൽ കൊണ്ട് നടക്കണം, നമ്മൾ ട്രെയിനിങ് കൊടുക്കണം, മെയിൽ തട്ടണം, അപ്രീഷിയേറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു, എല്ലാം വേണം നമുക്ക്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ശരിയാവാത്ത കുറെ ആൾക്കാരുണ്ടാവും, നോൺ പെർഫോമേഴ്സ് ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് കൊടുത്ത് ശരിയാവാത്തവരുണ്ടാവും. ഒരുപക്ഷെ അവരുടെ പാഷൻ ശരിയല്ലാത്തതായിരിക്കാം, അവർക്ക് ഫീൽഡ് ശരിയല്ലാത്തതുകൊണ്ടായി. എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവര് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു കാരണവശാലും അവരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതൊരു തെറ്റല്ല, കാരണം അവർക്ക് ഈ ജോലി പറ്റില്ല എന്നാ പറഞ്ഞത്. നോൺ പെർഫോമേഴ്സിനെ അനാവശ്യമായിട്ട് ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, നോൺ പെർഫോമർ ആണ്, അവൻ ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു. രണ്ടാമത്, ഈ നോൺ പെർഫോമേഴ്സ് ഉള്ള സമയത്തൊക്കെ അതിന്റെ മേലെ പെർഫോം ചെയ്യുന്നവർക്ക് ഇവനെ കമ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ നോൺ പെർഫോമേഴ്സിനാണ് എല്ലാവരും കമ്പയർ ചെയ്യുക. ഏറ്റവും നല്ല പോലെ വർക്ക് ചെയ്ത ഒരാളെ കമ്പയർ ചെയ്തിട്ട്, ഇപ്പൊ എന്നെക്കാളും ബഷീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മാസം 1 കോടിയുടെ ടേൺ ഓവർ ചെയ്തു, ഷെഫീഖ് 10 ലക്ഷം ചെയ്യുന്നുള്ളൂ. അപ്പൊ ഷെഫീഖ് എപ്പോഴും ബഷീർ ഈസ് എ കിങ്, ബഷീർ 1 കോടി ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ബഷീർ ഇത് ചെയ്യുന്നത്, അത് എനിക്കും കൂടി പഠിക്കണ്ടേ എന്ന് ഷെഫീഖ് വിചാരിക്കില്ല. അതിന്റെ അപ്പുറത്തുള്ള നുഫീന എന്നൊരു എക്സാമ്പിൾ, അതിന്റെ താഴെ 10,000 രൂപ ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ട് ഞാൻ പറയും, ഞാൻ ഭയങ്കര കേമനാണല്ലോ, അവൻ 10,000 ചെയ്യുന്നുള്ളോ, ഞാൻ 1 ലക്ഷം ചെയ്തില്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ അപ്പുറത്ത് 10 ലക്ഷം ചെയ്യുന്ന ഒരാളെ ഞാൻ മറന്നുപോയിട്ട് ഞാൻ കമ്പയർ ചെയ്തത് താഴെയുള്ള ഒരാളെ. അതുകൊണ്ട് നോൺ പെർഫോമേഴ്സിനെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം പിന്നെ സെൻസ് ഉണ്ട്, അവർക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം, അവർക്ക് എക്സ്ക്യൂസുകൾ ഉണ്ടായിരിക്കാം, അവർക്ക് ഒരുപാട് പരാതികൾ ഉണ്ടായിരിക്കാം, അവർക്ക് ലൈഫിൽ ഒരുപാട് ത്രെട്ടുകൾ ഉണ്ട്. ഇതൊക്കെ നമ്മളെ ടീമിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നോൺ പെർഫോമർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, ഒരു കാരണവശാലും അവർ ശരിയാവണില്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമുക്ക് 14ാമത്തെ പോയിന്റ് ആണ്, ഈ സാധാരണ ഫെയിലിയറും സക്സസും ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും. സത്യത്തിൽ ഈ രണ്ടേയും
ഒരേപോലെ ഉദ്ദേശിക്കുന്നത് അതിന് യോജിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ, അത് നമ്മൾ റെസ്പോൺസിബിലിറ്റി പോലെ ഏറ്റെടുക്കാനായിട്ട് ഒരു കഴിവ് ടീമിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സംഭവമല്ല, സക്സസും അങ്ങനെയല്ല അല്ലെ. നമ്മൾ സാധാരണ പറയുന്നത് ഈ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഫെയിലിയർ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഇതൊന്നും ഒരാളുടെ മേൽ സീൽ വെച്ച പോലത്തെ നിർബന്ധമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഈ സക്സസിനെയും ഫെയിലിയറിനെയും സ്വീകരിക്കാനും അത് സെലിബ്രേറ്റ് ചെയ്യാനും പഠിപ്പിക്കുക. ഫെയിലിയർ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് അവനെ പാട്ടുമാടി പുകഴ്ത്തലല്ല. ഈ തോറ്റതും നീ പേടിക്കണ്ട, തോൽവി എന്ന് പറയുന്ന വിജയത്തിന്റെ മുന്നോടിയാണെന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നേ? അതായത് തോറ്റ ഒരാളെ അല്ലെങ്കിൽ പുറത്താക്കിയ പോലെ പണ്ട് കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് തോൽവി വിജയത്തിന്റെ മുന്നോടി. എന്തുകൊണ്ടാ? നീ തോറ്റു, അതായത് ഇതാണ് റിയാലിറ്റി. പക്ഷെ അപ്പുറത്തെ ഒരാൾ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ തോൽവി മുന്നോടിയാണെന്ന് പറയുന്നത്. വെച്ചാൽ നീ ഇനി ശ്രമം ഉപേക്ഷിക്കരുത്. ശ്രമം ഉപേക്ഷിക്കുന്ന ഒരാളാണ് തോറ്റത്, അല്ലാതെ ഫിഗറിൽ തോറ്റു, ഈ മാസം തോറ്റു, ഈ കൊല്ലം തോറ്റത് കൊണ്ടല്ല. അതുകൊണ്ട് സക്സസിനെയും ഫെയിലിയറിനെയും സെലിബ്രേറ്റ് ചെയ്യാനും അത് സ്വീകരിക്കാനും പഠിപ്പിക്കാം. 15ാമത്തെ പോയിന്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു ലീഡർ ഉണ്ടായിരിക്കണം, വേണ്ടേ? നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ലീഡർക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവണം. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ലീഡർക്ക് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവണം. ആ ലീഡർക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവണം. ലീഡർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവണം. ലീഡർക്ക് നല്ല പ്രസരിപ്പ് ഉണ്ടാവണം. ലീഡറിൽ നല്ല എനർജൈസ്, എല്ലാം ലീഡർക്ക് ഉണ്ടാവണം. എങ്കിൽ ആ ലീഡർക്ക് ഉണ്ടാവേണ്ട വേറൊരു ഗുണമാണ് വലുതായി ചിന്തിക്കാനുള്ള ഒരു കഴിവ്. കാരണം ഇത് ചെറിയൊരു സംഭവമല്ല. തിങ്ക് ബിഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ലോകത്ത് എന്തെങ്കിലും മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാതും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളതിനെ സ്വപ്നം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആഗ്രഹം എന്ന് വിളിക്കും, ഗോൾ എന്ന് വിളിക്കും, ലക്ഷ്യം എന്ന് വിളിക്കുകയൊക്കെ ചെയ്യും. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചിന്ത, അതായത് ഒരിക്കലും ചിന്തിക്കാതെ, നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം ഇപ്പൊ ഒരാൾ ചിന്തിച്ചാൽ അതിനുശേഷമാണ് അത് പ്രവർത്തിയിലെത്തുന്നത്. 2 പ്രാവശ്യമാണ് ഒരു കാര്യം നടക്കുന്നത്. ഒന്ന് ഒരാളുടെ മനസ്സിലും, രണ്ടാമത് യാഥാർത്ഥ്യത്തിലും എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ വലുതായി ചിന്തിക്കാനുള്ള ഒരു കഴിവ്. സപ്പോസ് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ കമ്പനി 1 കോടിയുടെ ടാർഗറ്റ് ആണ് ഈ മാസം ചെയ്യുന്നത്. അടുത്ത മാസം നമുക്ക് 2 കോടി ടാർഗറ്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ കമ്പനിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുക. എങ്കിൽ ഞാൻ പറയാണ്, ടീം ലീഡർ പറയാണ്, ഈ അടുത്ത മാസം ഞാൻ 2 കോടിയുടെ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, നമ്മൾ ടീമുണ്ട്, നിങ്ങൾക്ക് ഉള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്നവരൊക്കെ പറയും, എന്താണ് ഷെഫി നിങ്ങൾ ഈ പറയുന്നത്? 2 കോടി നമ്മൾ എങ്ങനെ ചെയ്യുക എന്ന് ചോദിച്ചാൽ എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ടീം പ്രത്യേകിച്ച് പരിശ്രമിക്കും. ഇതിൽ വീണു പോണ ആളാവരുത്. കാരണം എനിക്കറിയാം, ഞാൻ വലുതായി ചിന്തിക്കുന്ന ഒരാളാണ്. വലുതായി ചിന്തിക്കാന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു 10 നില ബിൽഡിങ്ങിന്റെ മേലെന്ന് പാരച്യൂട്ടില്ല അല്ലെങ്കിൽ വലിയ സേഫ്റ്റി ഒന്നും എടുക്കാതെ ചാടുക എന്നുള്ളതല്ല. എനിക്ക് റിസ്ക് എന്താണെന്ന് അറിയാം, പക്ഷെ ഞാൻ വലുതായി ചിന്തിക്കും. എനിക്ക് നടക്കും എന്നറിയാം. എന്ന് വെച്ചാൽ ഈ ലീഡറാണ് വലുതായി ചിന്തിക്കേണ്ടത്. ഈ ലീഡർ എന്ന് പറഞ്ഞ ആള്, ഈ പറഞ്ഞ മനുഷ്യന്മാരൊക്കെ വലുതായി ചിന്തിച്ചുകൊണ്ടാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ പാലങ്ങളും, ലോകത്തെ ഏറ്റവും വലിയ ഉപകരണങ്ങളും, ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. അന്ന് കാലത്ത് എത്രയോ പേര് അത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ആ ഒരു മനുഷ്യൻ തന്നെ പറയില്ല, നടക്കും, ഇത് നടത്തും, ഇതെനിക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്, വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ മനുഷ്യന്മാർക്ക് ഉള്ളതുകൊണ്ടാണ് ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പറയാം. അപ്പൊ ഇങ്ങനെ തിങ്ക് ബിഗ്, വലുതായിട്ട് ചിന്തിക്കുന്ന ഒരു കഴിവ് നമ്മുടെ ടീം ലീഡേഴ്സിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും പോയിന്റ്, ഇതിന് ഇനിയും ഒരുപാട് പോയിന്റ് ഉണ്ട് കേട്ടോ, കുറെ പോയിന്റ്സ് ഉണ്ട് പറയാം. പക്ഷെ നമുക്ക് ഏറ്റവും മിനിമം നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടാനായിട്ട് നമ്മുടെ ടീം ലീഡേഴ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതില് നിങ്ങൾക്ക് യോജിക്കാവുന്നതും വിയോജിക്കാവുന്നതും ഒക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങിലും ഒരുപാട് എക്സ്പീരിയൻസിലും പല പല ബോസുമാരും പല പല പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റുകളാണ്. ഇത്രയെങ്കിലും ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ടീം ഉണ്ടാവും. ഇത്രയെങ്കിലും ചെയ്താൽ. ഇനിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ചില പ്രശ്നങ്ങൾ, ചില പ്രൊഡക്റ്റിന്റെ പ്രശ്നങ്ങൾ, മാർക്കറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ 100% ഇത് 100% സക്സസ് ആവും എന്ന് പറയുമ്പോൾ, കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടീം എന്ന് പറയുന്നത് വ്യത്യസ്ത വികാരങ്ങളുള്ള മനുഷ്യന്മാരായതുകൊണ്ട് 100% ഇത് അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു പോംവഴി എന്ന് പറയുന്നത്. ഇതല്ലാതെ ഒരു പോംവഴി ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റുകൾ നോക്കുക. ഏറ്റവും നല്ല ടീം നമുക്ക് ഉണ്ടാവണമെങ്കിൽ
എനിക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവണം. എനിക്ക് എന്റെ ഓർഗനൈസേഷന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം, അത് നമ്മൾ നല്ല വിഷൻ എന്ന് പറയും, ഗോൾ എന്നൊക്കെ പറയും. രണ്ടാമത് ഈ പറയുന്ന ലക്ഷ്യങ്ങള് ഈ പറയുന്ന വരുന്ന സ്റ്റാഫിന്, ഈ എംപ്ലോയിക്ക് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിന് പേഴ്സണലി വേണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതൊരു ഗോൾ സെറ്റിംഗ് ആയിട്ട് കൊടുക്കുകയും വേണം. രണ്ടാമത്തെ. മൂന്നാമത്തെ, ഈ വരുന്ന ദിവസം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ റോൾ ക്ലാരിറ്റി, എന്തിനാണ് താങ്കളെ ഞങ്ങൾ ജോലിക്ക് എടുത്തത് എന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എന്താ, എങ്ങനെയാണ് ഇത് പ്രൊമോഷൻ കിട്ടുക, എത്ര ഇൻസെന്റീവ് കിട്ടും, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. നാലാമത്തെ, ഈ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, ഈ പറഞ്ഞ ജോലി എങ്ങനെ ഇദ്ദേഹം നിത്യേന ചെയ്ത് തീർക്കും, അത് എന്തൊക്കെ ആക്ടിവിറ്റികൾ വേണം, റിവേഴ്സ് പ്ലാനിങ് വേണോ, ഡെയിലി ആക്ടിവിറ്റി എങ്ങനെ ചെയ്യും, അതിനെന്തൊക്കെ കടമ്പകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. അഞ്ചാമത്തെ, ഇതെല്ലാം ചെയ്ത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യുക, അദ്ദേഹത്തിന് ടാർഗറ്റ് റിമൈൻഡ് ചെയ്യുക, അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലെ പ്ലസ് മൈനസ് പറഞ്ഞു കൊടുക്കുക, അദ്ദേഹത്തിന് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുക, അദ്ദേഹത്തിന് മോണിറ്റർ ചെയ്യുക, റിവ്യൂ ചെയ്യുക. ആറാമത്തെ, ഇതെല്ലാം ചെയ്തിട്ട് പോരാ, ആ വ്യക്തികളെ നല്ലപോലെ റെസ്പെക്ട് ചെയ്യുക, മനുഷ്യത്വം കാണിക്കുക, അതായത് ടാർഗറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യത്വം കാണിക്കുക, എല്ലാവരും മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്യാതിരിക്കുക, എല്ലാവരും മുന്നിൽ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക, വിൻ വിൻ സിറ്റുവേഷൻസ് കൊടുക്കുക, ചെയ്യുന്നതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്ന കാര്യം. ഏഴാമത്തെ, ഈ പറയുന്ന നല്ല ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു പരിധി വരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. എട്ടാമത്തെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ശമ്പളം, നല്ല സന്തോഷം, നല്ല ഉയർച്ച എന്ന് പറയുന്നതിന് പെർഫോമൻസ് അപ്രൈസൽ സംവിധാനത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി ഇന്ന് മുതൽ വന്നു, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഈ എംപ്ലോയീസ് ഇവിടെ ഉണ്ട്, നല്ല ടീമായിട്ട് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന എല്ലാ ഗുണങ്ങളും കൺസിഡർ ചെയ്യപ്പെടുന്നത് ക്രൈറ്റീരിയയാണ് പെർഫോമൻസ് അപ്രൈസൽ സംവിധാനം. ആ അപ്രൈസൽ സംവിധാനം പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ഇദ്ദേഹത്തിന് ഉയർച്ചകൾ കൊടുക്കുകയും ചെയ്യാം. ഒമ്പതാമത്തെ, ഇദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠിക്കാനുള്ള ഒരു സദസ്സ് ഉണ്ടാക്കിയെടുക്കുക, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുക, അദ്ദേഹത്തിന് ട്രെയിനിങ്, അദ്ദേഹത്തിന്റെ കഴിവുകളെ ഉയർത്തുക, അദ്ദേഹത്തിന് ഇല്ലാത്ത കഴിവുകൾ കൊണ്ടുവരിക, സ്കില്ലുകൾ കൂട്ടുക എന്നുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തിന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഉണ്ടാക്കുക, അതിന് അതായത് വേണ്ടി വരുന്ന ട്രെയിനിങ്ങുകൾ മാത്രം കൊടുക്കുക, അനാവശ്യമായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കാതെ ആവശ്യമുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് അതിനുശേഷം എന്ത് ഇമ്പ്രൂവ്മെന്റ് കാണിക്കണമെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുക. പത്താമത്തെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സംവിധാനം കൊണ്ടുവരിക, എന്ത് കാര്യം ഞങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ആ ഓഫീസിൽ സൃഷ്ടിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ, ആരും സംസാരിക്കുന്നുണ്ട്, അവർ പറയുന്ന ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക, ഇങ്ങനെ ഒരു ഓപ്പൺ സംവിധാനം എപ്പോഴും ഉണ്ടാകുക. 11ാമത്തെ, എല്ലാവരോടും പറയുക, എല്ലാവരോടും പറയുന്നത്, ആരോ ഒരാൾ സംസാരിക്കുന്നല്ലോ, ആരോ ഒരാൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടീം എന്ന് പറയുന്നത് ടുഗദർ എവരിവൺ അച്ചീവ്സ് മോർ ആണ്, അത് സംഭവിച്ചു. പക്ഷെ ചില സമയത്ത് ടീം വിജയിക്കുമ്പോൾ ഇൻഡിവിജ്വൽ തോൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസിൽ ശ്രദ്ധിക്കുകയും ടീം ജയിക്കുമ്പോൾ നമ്മളും ജയിക്കണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇത്രയൊക്കെ പറഞ്ഞു. പക്ഷെ അൺനെസസറി മീറ്റിങ്ങുകൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ അത് ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമയം കൊടുക്കുക ജോലി ചെയ്യാൻ. ഈ ജോലി ചെയ്യുന്ന സമയത്തിന്റെ ഇടയിൽ കൂടെ വീണ്ടും പഠിപ്പിക്കാൻ പോകലും വീണ്ടും റിവ്യൂ ചെയ്യലും ചെയ്യാതെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക. 13ാമത്തെ, എത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ചില ആൾക്കാരുടെ പെർഫോമൻസ് ശരിയല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മോശമായിട്ടിരിക്കുകയോ അദ്ദേഹത്തിന് പാഷൻ ഇല്ലാതിരിക്കുകയോ ഈ ജോലി അദ്ദേഹത്തിന് യോജിക്കുന്നെല്ലാം തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും നോൺ പെർഫോമൻസിനെ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് പലതരത്തിലും മറ്റുള്ള പെർഫോമേഴ്സിനും കൂടി ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരെ പെട്ടെന്ന് നല്ല ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നല്ല രീതിയിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 14ാമത്തെ, നമ്മളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും സക്സസും ഫെയിലിയറും വന്നുകൊണ്ടേയിരിക്കും. സക്സസ് ഉള്ള സമയത്ത് അവനെ വാഴ്ത്തിപ്പാടുകയും ഫെയിലിയർ ഉള്ള സമയത്ത് അവനെ അധിക്ഷേപിക്കുകയും ചെയ്യാതെ സക്സസും ഫെയിലിയറും സ്വീകരിക്കാനും അതിനുശേഷം ഫെയിലിയർ ആണെങ്കിൽ അത് സക്സസിലേക്ക് മാറ്റാനും വേണ്ടിയുള്ള ഒരു ഉത്തേജനം ആൾക്ക് കൊടുക്കുക. 15ാമത്തെ, അറിയാം എല്ലാ കാര്യങ്ങളും തുടങ്ങുന്ന ഒരു ചിന്തയിൽ നിന്നാണ്. ടീം ലീഡേഴ്സിന് വേണ്ടതും വലുതായി ചിന്തിക്കാനുള്ള കഴിവാണ്. നമ്മൾ ഇങ്ങോട്ട് കൺവിൻസ് ചെയ്യപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും നമ്മൾ വലുതായിട്ട് ചിന്തിക്കുകയും ആ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ടീം മെമ്പേഴ്സിനെ വളർത്തി വലുതാക്കുകയും ചെയ്യാന്നുള്ളതാണ് ഒരു ലീഡറുടെ കടമ. അതുകൊണ്ട് തന്നെ ഒരു ടീമിനെ നിങ്ങൾ എവിടെയെങ്കിലും നല്ലപോലെ കണ്ടാൽ, നല്ലപോലെ സംസാരിക്കുന്ന,
കമ്പനിയോടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള, നല്ല കഴിവുള്ള, അല്ലെങ്കിൽ ഒരുപാട് ഉത്തേജനമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് നല്ല ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ നല്ലൊരു ലീഡർ ആവുകയാണ്, നമുക്ക് നല്ല ലീഡർഷിപ്പ് ഉണ്ടാവുകയാണ്. ഞാനിത് എന്തുകൊണ്ടാണ് ഈ സബ്ജക്ട് എങ്ങനെയാണ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി വളർത്തുക എന്ന് വേണമെങ്കിൽ സബ്ജക്റ്റിന്റെ പേര് മാറ്റാമായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്, സത്യത്തിൽ ഒരു ടീം ഉണ്ടാവണമെങ്കിൽ നമുക്ക് നല്ല ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഉണ്ടാവണം തന്നെയാണ്. ഈ എല്ലാ പോയിന്റും രണ്ടിനും ഉപകാരപ്പെടുന്നതാണ്. എന്നാൽ ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പറഞ്ഞൊപ്പിക്കാനേ പറ്റൂ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. കേട്ട പോയിന്റ്സ് തന്നെയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. പിന്നെ ഇതൊക്കെ പ്രാക്ടിക്കലി നമ്മൾ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണ്. അതുകൊണ്ട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. സമയം എത്രയെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ചോദിക്കാം. താങ്ക് യു. നസീർ സാർ ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളൊക്കെ അത് കേട്ടിട്ടുള്ളായിരിക്കും. ഇന്ററാക്ഷൻ വഴിയാണ് നമ്മൾ കൂടുതൽ ഒരു ആക്റ്റീവ് ആവുന്നത്. നിങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. ഇത് പ്രായോഗികമാകണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കൂ. ഹലോ സാർ, നല്ലൊരു ടീമിനെ വാർത്തെടുക്കുന്നതിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ അതിന് നമ്മൾ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ആ ഒരു പെർഫോമൻസ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്താൻ സാധിക്കുക? അല്ല, അതുകൊണ്ടാണ് ഞാനിത് നമ്മൾ എന്താ പറയാ ഈ വാക്കുകളെ മാറ്റി വെച്ച് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നല്ല ടീം ഉണ്ടെങ്കിൽ നല്ല ലീഡർ ഉണ്ടാവണം. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ലീഡർ ആയിരിക്കും എന്നാണ്. അല്ലാത്തവൻ ചീത്ത പറയുള്ളൂ. മോട്ടിവേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരാളെ എമ്പതി എനിക്ക് തോന്നുന്നുണ്ട്, ഒരാളെ പഠിപ്പിക്കാൻ തോന്നുന്നുണ്ട്, ക്ലാരിറ്റി കൊടുക്കാൻ തോന്നുന്നുണ്ട്, അപ്രിഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ വരുന്നതാണല്ലോ ഇതെല്ലാതും. ലീഡർഷിപ്പ് ക്വാളിറ്റികളിലാണ് ക്ഷമ, ലീഡർഷിപ്പ് ക്വാളിറ്റിയിലാണ് കഴിവ്, സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, എല്ലാം ലീഡർഷിപ്പ് ക്വാളിറ്റിയിലാണ്. അപ്പൊ ലീഡർമാരില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് നല്ല ടീം ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ പറയാം, ഒരു സാധാരണഗതിയിൽ ചിലർ ചോദിക്കും, ബിസിനസ് ചെയ്യാൻ പൈസ മാത്രം മതിയോ? വേണ്ട, ബിസിനസ് ചെയ്യാൻ പൈസ മാത്രം പോരാ, കഴിവ് വേണം. എല്ലാ കഴിവും വേണം. നമ്മളിപ്പോ എന്തൊക്കെ കഴിവ് ചോദിച്ചാൽ അത് മുഴുവൻ ഒരു ബിസിനസ്സുകാരന് വേണം എന്നാണ് പറയാം. പക്ഷെ എല്ലാ കഴിവും നമുക്ക് ഉണ്ടാവുമോ? ഇവിടെയുള്ള ലോകത്തിലെ ഏതെങ്കിലും ബിസിനസ്സുകാരന് എല്ലാ കഴിവുണ്ടോ? അതിന് സമയമുണ്ടോ? ഇല്ല. എനിക്ക് കഴിവുണ്ടാവണമെന്നില്ല. ഈ കഴിവുള്ളവനെ ഞാൻ ജോലിക്ക് എടുത്താൽ മതി. എനിക്ക് നല്ല ലക്ഷ്യബോധമുണ്ട്, പൈസയുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാളെ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് സ്വന്തം ലീഡർഷിപ്പ് ഉണ്ടാക്കുകയോ അല്ലെ നല്ല കഴിവുള്ള ലീഡർമാരെ സെലക്ട് ചെയ്യുകയോ ചെയ്യാന്നുള്ളതാണ്. അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ക്രിയേറ്റ് ചെയ്യാനേ പറ്റില്ല, അല്ലെ നമുക്ക് സമയം ഉണ്ടാവണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ആർക്ക് ചെയ്തു കൊടുക്കാനേ പറ്റുക? ഗോൾ സെറ്റിംഗ് എന്താണെന്ന് അറിയണം ഒരാൾക്ക്, അല്ലെ? അത് ലീഡർക്ക് അറിയും എന്താണ് ഗോൾ സെറ്റിംഗ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെയാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, എന്താണ് മോട്ടിവേഷൻ, എന്താണ് ട്രെയിനിങ്, എന്താണ് ലേണിംഗ്, എന്താണ് ക്ഷമ, എന്താണ് ലിസണിങ് സ്കില്ല്, എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഡെലിഗേഷൻ, ഇതൊക്കെ അറിയുന്ന ഒരാൾ മിക്കവാറും ലീഡർ ആവുമല്ലോ. ലീഡർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്ന പദവിയിൽ ഇരിക്കുന്നവരും ആവാം, ഓർഗനൈസേഷന്റെ ആളാവാം, ഒരു ടീച്ചറോ ആവാം, ഒരു ഡോക്ടർ ആവാം. എല്ലാവർക്കും ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ടാണ് അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടാവണം, അല്ലെ? അപ്പൊ നമ്മൾ പറയും, അയാളുടെ കൂടെ എത്ര പേരാ നടക്കുന്നത്, അങ്ങേർക്ക് ഈ കഴിവുണ്ട്. അതായത് എന്റെ കൂടെ ഒരു 100 ആള് പല സമയത്തും വരുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ ഗൈഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവൊക്കെ ഈ പറഞ്ഞത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിൽ സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഞാന് സത്യം പറഞ്ഞാൽ ഇപ്പൊ വളരെ മോശമായിട്ടുള്ള ഒരാളാന്ന് വിചാരിക്കുക. എന്റെ കൂടെ 100 ആളുണ്ടെങ്കിൽ ഞാൻ മോശമായിട്ടുള്ള കാര്യമാണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ 100 ആളും എന്റെ പിന്നിൽ നടക്കാനുള്ള എന്തോ റീസൺ എന്റെ ഉണ്ട്. ഇനി ഞാൻ നല്ലൊരു മനുഷ്യൻ, ഞാൻ നല്ലൊരു അധ്യാപകനാണ്, ഞാൻ നല്ലൊരു പട്ടാളക്കാരനാണ്, ഞാൻ നല്ല പോലീസുകാരനാണ്, ഞാൻ നല്ല ടീച്ചറാണ്, ഞാൻ നല്ല മാനേജറാണ്. എന്നെ വിശ്വസിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഞാൻ പറഞ്ഞത് ചെയ്യുന്ന കുറെ ആൾക്കാർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ എന്തൊക്കെയോ അവർക്ക് കൊടുക്കുന്നുണ്ട്.
ആ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി വളർത്താതെ നമുക്കൊരു ടീമിനെ കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ഇനി അഥവാ നമ്മൾ ഒരു ആരംഭ ശൂരത്വത്തിന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. ഒരു ലീഡറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചറിയാം. ഒരു മാനേജർ ഗെറ്റിംഗ് ദ തിങ്സ് ഡൺ മാത്രമേ ഉള്ളൂ. ലീഡർ എന്ന് പറയുന്നത്, ലീഡർ ശരിക്കും പറഞ്ഞാൽ താഴെയുള്ളവരെ ലീഡർമാരാക്കും എന്നാണ് പറയാ. മാനേജർമാര് കാര്യങ്ങൾ നടത്തുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാനൊരു ലീഡറാണ്, ഞാൻ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഒരുപാട് ട്രെയിനിങ്ങിൽ നിങ്ങൾ കേട്ട കാര്യമായിരിക്കും. പക്ഷെ ഇത് വളരെ പ്രൂവൺ ആണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല ടീമുണ്ടോ നിങ്ങളുടെ ബിസിനസ് ഭയങ്കര രസമായിരിക്കും, ഭയങ്കര രസം. ടീം കറക്റ്റ് അല്ലെങ്കിലോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയം പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അല്ല മാർക്കറ്റിങ്ങിനും അല്ല, നമ്മൾ വലിയ ഒന്നിനും പോകാൻ പറ്റില്ല. ഇവരെ വഴക്ക് തീർക്കലും, ഇവരെ റിക്രൂട്ട് ചെയ്യലും, ഇവരെ പുറത്താക്കലും, ഇവരെ പഠിപ്പിക്കലും, ഇതിനു വേണ്ടി ഇങ്ങനെ പോകും. അതിനർത്ഥം എന്താ? ഏറ്റവും നല്ലൊരു ചേട്ടനെ കൊണ്ട് ഇവരെ നല്ലൊരു ടീമായിട്ട് ഗൈഡ് ചെയ്യിപ്പിക്കലേ വേണ്ട. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ബഷീർ ഇങ്ങനെ ചോദിച്ചോണ്ട് പറഞ്ഞല്ല കേട്ടാ. സത്യത്തിൽ നമുക്ക് നല്ല എംപ്ലോയീസിനെ കിട്ടണം. ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ പറയും നമുക്ക് നല്ലൊരാളെ കിട്ടണം. ശരി, നല്ല ആളെ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 50,000 മാസം കൊടുക്കേണ്ടി വരും. 50,000 രൂപയാ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഓണറയിൽ കാശില്ല. ഞാൻ പറഞ്ഞു സാറ് ഈ പറഞ്ഞ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് 10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു MBA കഴിഞ്ഞ അല്ലെങ്കിൽ M.Tech കഴിഞ്ഞ നല്ല ടെക്നിക്കൽ ക്വാളിഫിക്കേഷനിൽ കിട്ടണം. അത്ര കൊടുക്കണോ? അപ്പൊ പിന്നെ എത്ര കൊടുക്കും? 20,000 രൂപ. ഞാൻ 20,000 രൂപ കൊടുത്താൽ 20,000 ഗുണം കിട്ടുള്ളൂ. എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതിന് ഗുണം കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാല് 20,000 രൂപ കൊടുക്കണോന് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. 50,000 കൊടുക്കണോന് 50,000 എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? 20,000 രൂപ കൊടുത്തിട്ട് നമ്മൾ 50,000 പ്രതീക്ഷ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ പൈസ ചെലവുള്ളത് കൊണ്ടാണ്. നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരം എനിക്ക് അറിയാം, ഇത് പൈസ ചെലവില്ലത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്നതോടെ ഇപ്പൊ പലരും എന്തുകൊണ്ടാണ് ട്രെയിനിങ് കൊടുക്കാത്ത? ട്രെയിനിങ് എന്ന് പറയുന്നത് പൈസ ഇൻവോൾവ് ആണ്. ഒരാളെ എന്തുകൊണ്ടാണ് ടൂർ കൊണ്ടുപോകാത്ത ടീമിനെ? പൈസ ഇൻവോൾവ് ആണ്. ഇതൊന്നും ആദ്യമേ ഒരു ബഡ്ജറ്റ് ഇല്ല നമുക്ക്. എന്താ നമ്മുടെ ബഡ്ജറ്റ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, കുറച്ച് സ്റ്റാഫ് ഉണ്ട്, ഒരു ഓഫീസ് ഉണ്ട്, ഒരു വണ്ടി ഉണ്ട്. പക്ഷെ ഇതിൽ നിൽക്കാൻ പാടില്ല ബഡ്ജറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റാഫ് ഉണ്ട്, ഒരു വണ്ടി ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ കൊടുക്കണം, ഒരു ലീഡർമാരുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു ടൂർ കൊണ്ടുപോകണം. ഇതൊക്കെ ഈ ബിസിനസിന്റെ കോസ്റ്റ് ആയിട്ട് നമ്മുടെ തലയിൽ ആദ്യം വന്നാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് അല്ല ബഷീർ നമുക്ക് ടീമിനൊന്ന് ടൂർ കൊണ്ടോണ്ടേ, പിന്നെ ടൂർ കൊണ്ടുപോകണേ അതിന് 50,000 വേണം. കാരണം ഈ 50,000 എന്ന് പറയുന്നത് ബിസിനസ്സിന് ഗുണം ചെയ്യുന്നതാണെന്നുള്ള ചിന്ത ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതൊരു അമിതമായിട്ടുള്ള ചെലവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ചെലവായിട്ട് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാ? ട്രെയിനിങ് ശരിക്കും പറഞ്ഞാൽ ഒരു ടീമിനെ വളർത്തുന്നതാണ്, കണ്ടിന്യൂസ് ട്രെയിനിങ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റും കുറച്ച് മാർക്കറ്റിങ്ങിന് ആൾക്കാരും ഉണ്ടെങ്കിൽ അതിന്റെ ബിസിനസ് വളരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കാൻ കൂടിയിട്ടുള്ള ഒരു സദസ്സായിട്ട് മാറണം. ടീം എന്ന് പറയുന്നത് ഒരു ടീം ലീഡർ ഉണ്ടെങ്കിലേ വളരും. പിന്നെ വളരെ വളരെ അപൂർവമായിട്ട് നല്ല നല്ല പയ്യന്മാര് വന്നാൽ സ്വയമേ അവൻ ടീമായിട്ട് മാറും. പക്ഷെ അത് വളരെ അപൂർവമാണ്. ഒന്ന് ആലോചിച്ചു നിങ്ങള്, ഒരു 2 പേര് നല്ല ആള് വന്നു, 8 പേര് പൊട്ടാള്. സ്വാഭാവികമായിട്ട് 2 പേര് മോശമാവാനുള്ള സാഹചര്യം ഉള്ളൂ അല്ലെ? ഈ 8 പേര് നന്നാവുന്ന സാഹചര്യം ഉണ്ടാവോ? നമ്മുടെ സാധാരണ ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 8 പേര് നന്നാക്കി എടുക്കാനായിട്ട് നല്ലൊരു ടീച്ചർ വന്നാലേ ഒരു ഭൂരിഭാഗം കുട്ടികൾ നന്നാവും. കുട്ടികളുടെ സാധാരണ നേച്ചർ അനുസരിച്ച് അവർക്ക് മടി എന്ന് പറയുന്നതും അവർക്ക് പഠിക്കാതിരിക്കുക എന്ന് പറയുന്നതൊക്കെയാണ് ഇഷ്ടമല്ലേ? എല്ലാ കുട്ടികൾക്കും തന്നെയാണ് TV കാണുക, യൂട്യൂബ് കാണുക, കളിക്കുക. ഇതിൽ നിന്ന് ആ കുട്ടികളെ വ്യത്യസ്തമാക്കുന്നത് ഏറ്റവും നല്ലൊരു ടീച്ചർ അവിടെ ഉണ്ടാവാം അല്ലെ? ചിലപ്പോ ആ ടീച്ചർ ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കുള്ള ടീച്ചർ ആയിരിക്കാം, ചിലപ്പോൾ അയൽവക്കക്കാരനായിരിക്കാം, അങ്കിളായിരിക്കാം. പക്ഷെ ആ ഗൈഡ് ചെയ്യുന്ന ഒരാൾ എവിടെയോ ആ കുട്ടിക്ക് ഉണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നല്ല കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവും, നല്ല ടീം ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു ലീഡേഴ്സും ഉണ്ടാകും എന്ന് പറയാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഇതുപോലെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ സംശയം ചോദിച്ചു പോകാന്ന് പറയുന്ന പോലെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ആകുമ്പം കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഈ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഐഡിയ മാത്രമേ കിട്ടൂ. പല ദിവസം പല ക്ലാസ്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാലേ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ബിസിനസ്സിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതാണ് ആൾക്കാർ ചെയ്യുന്നത്. ഈ അറിവാണ്. ഒരു കാര്യം കൂടി ഇങ്ങനെ പറയാം നിങ്ങൾക്ക്. ഇതിപ്പോ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നമുക്കിത് കാണപ്പാടാണ്. ഈ പല സ്ഥലത്തും പല സ്ഥലത്തും പോയി കഴിഞ്ഞാല്
ഈ ശമ്പളം ഇപ്പൊ ഞാൻ ട്രെയിനിങ്ങിന് പല സ്ഥലത്ത് പോകും, കൺസൾട്ടിങ്ങിന് പോകാറുണ്ട്, മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ് ഇപ്പൊ ബേസിക്കലി ഞാൻ. അപ്പോ പല സ്ഥലത്ത് പോകുമ്പോ ശമ്പളം കറക്റ്റ് കൊടുക്കാത്തവരെ മുന്നിലേക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് എന്താ കാര്യം? ശമ്പളം കറക്റ്റ് കൊടുക്കണില്ല. അതായത് വിശക്കുന്നതിന്റെ മുന്നിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഭക്ഷണമാണ്. അതിനുശേഷമാണ് അവന് ജ്യൂസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ശമ്പളം കൊടുക്കാതെ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ എല്ലാത്തിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി ജോലിക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത് അർഹമായിട്ടുള്ള സാമ്പത്തിക സുരക്ഷിതത്വമാണ്, 2 സന്തോഷമാണ്, 3 ഈ 3 കൊടുക്കാൻ പറ്റാതെ പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി പിന്നെ സോറി ആരും സംസാരിക്കുന്നുണ്ട്, പിന്നെ ലത്തീഫ് പിന്നെ നമുക്ക് ലത്തീഫ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് വളർത്താൻ പറ്റില്ല. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ വലിയ ഇന്റർനാഷണൽ MBA ഒന്നും ചെയ്യണം നിർബന്ധമില്ല. ബേസിക് ആയിട്ട് ഒരു മനുഷ്യന് ആവശ്യമുള്ളത്, അതേസമയം തന്നെ അവര് പറഞ്ഞതെല്ലാം കേൾക്കുക, അവര് പറഞ്ഞതെല്ലാം കൊടുക്കുക, അവർക്ക് AC ഇട്ട് കൊടുക്കുക, ഇത് മാത്രം ചെയ്താൽ പോരാ. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് പ്രാവശ്യം തന്നെ ദിവസങ്ങൾ കൊണ്ട് തന്നെ റോൾ ക്ലാരിറ്റി കൊടുക്കുക. എന്തിനാണ് കവിത താങ്കളെ ഞങ്ങൾ ജോലിക്ക് എടുത്തത്? എന്താണ് താങ്കൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല, ശമ്പളമാണ് തരുന്നത്. അത് താങ്കൾ ചെയ്യേണ്ട ഇന്ന കാര്യമുണ്ട്, അത് എങ്ങനെ ചെയ്യണം ഞങ്ങൾ പറഞ്ഞുതരാം. ഇത് ഇന്ന പോലെ ചെയ്താൽ കവിതയ്ക്ക് ഞങ്ങൾ കൂടുതൽ പൈസ തരും. ഇത് കവിതയ്ക്ക് മനസ്സിലാവണം, ആ ഷെഫീഖ് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്. ഈ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാതും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നല്ലൊരു മാനേജർക്ക്, നല്ലൊരു വ്യക്തിക്കും മനസ്സിലാവും. ഞാൻ ലീഡർഷിപ്പ് ഉദ്ദേശിക്കുന്ന ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാര്. അതൊരു പക്ഷെ ഷെഫീഖ് ആയിരിക്കാം, നുഫീനായിരിക്കാം, പഠിച്ചവനായിരിക്കാം, പഠിക്കാത്തവനായിരിക്കാം. പഠിക്കാത്ത ആൾക്കാർ എത്ര നല്ല ലീഡർമാരുണ്ട്. നമ്മുടെ നല്ല കുടുംബത്തില് നല്ല ചില അങ്കിളുമാരുണ്ട്, നല്ലപോലെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലാണ് ഈ മനുഷ്യന്മാരായിട്ടുള്ള കൂട്ടം വ്യക്തികളെ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെന്നാ വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയി ടേൺ ഓവർ കൂടും. എംപ്ലോയി ടേൺ ഓവർ എന്ന് വെച്ചാൽ എന്താ? എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, നിർത്തിപ്പോവുക. അവിടെ നിങ്ങൾ ആലോചിക്കുക. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ മനസ്സിലാവും. എവിടെയാണോ എംപ്ലോയി ടേൺ ഓവർ കൂടല്, അവിടെ ഒരു ടീം ബിൽഡിംഗ് നടക്കുന്നേ ഇല്ല, അവിടെ നല്ലൊരു ലീഡറും ഇല്ല. എംപ്ലോയി ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് എത്ര പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ എങ്കിൽ അതിന്റെ അർത്ഥം ഈ എംപ്ലോയിക്ക് ഈ പറഞ്ഞത് ഒന്നും നടക്കില്ല അർത്ഥം. ഇത് അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എംപ്ലോയീസിന്റെ കുറ്റമല്ലേ? അതെ. അതായത് ഒരു കുട്ടി തെറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് അച്ഛന്റെ അമ്മയുടെ തെറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ ഒരു പരിധി വരെ, എങ്കിൽ ഇതും ഒരു കമ്പനിയുടെ തെറ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എങ്കിലേ നമുക്ക് അവിടെ വളർത്താൻ പറ്റും. ലീഡർഷിപ്പാണ് മെയിൻ ആയിട്ട് വേണ്ടത്. സംശയമൊന്നുമില്ല. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് 100% ആയി എന്നല്ല പറയുന്നത്. നല്ല ലീഡർമാരുണ്ടായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഷെഫീഖിനെ പോലത്തെ ഒരാളെ നന്നാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എത്ര ശ്രമിച്ചിട്ടും ഷെഫീഖ് നന്നാവില്ലെങ്കിൽ കട്ട് ചെയ്യണം. പക്ഷെ ആ ഷെഫീഖിനെ നന്നാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നല്ല ലീഡറാക്കാൻ, നല്ല ടീം മെമ്പറാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇതെല്ലാതും ഒരു 2 കൊല്ലം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. ചിലർ 2-3 മാസം ആകുമ്പോഴേക്കും അറിയാൻ പറ്റും. ഇതിന് നമ്മളൊരു നല്ല ടീമിന് എടുക്കാൻ ഇനിയും കുറെ പോയിന്റ്സ് ഉണ്ട്. അതിൽ ഒരു പോയിന്റ് ഞാനിത് സമയമില്ലാത്തതുകൊണ്ടാണ്. നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ എടുക്കുന്ന ആള് നല്ല ടീം മെമ്പർ ആകുമെന്ന് ഉറപ്പുള്ളവനായിരിക്കണം. അത് റിക്രൂട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഒരു പ്രോഗ്രാമിന്റെ ഒരാളെ എടുക്കേണ്ടത്. ഈ പ്രോഗ്രാമർ ആയിട്ട് എടുക്കുന്ന ഒരാൾക്ക് മിനിമം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവർ എടുത്താനേ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച ഒരു ലോജിക്കില്ലാത്ത ഇത് എടുത്തിട്ട് പിന്നെ നിങ്ങൾ ടീം മെമ്പർ ആക്കാൻ നോക്കി, ലീഡർമാരാക്കാൻ നോക്കി നടക്കില്ല. കാരണം ഞാൻ നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ തെറ്റിപ്പോയി. ഒരു ആറ്റിറ്റ്യൂഡ് മോശമുള്ള ഒരുത്തിന് എടുത്തു, വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അറിഞ്ഞിട്ട് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ നന്നാക്കി എടുക്കണമെങ്കിൽ നമ്മൾ അവന്റെ സൈക്കോളജി ഫുള്ള്. അപ്പൊ കമ്പനീനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ ഒരു ഗോൾ എന്ന് പറയുന്നത് നിശ്ചിതമായിട്ട് സമയം കൊണ്ട് ചെയ്യുന്നതാണ്. ഈ കമ്പനി നടന്നു പോകുന്നത് എക്സ്പെൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പല സമയക്രമങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ 20 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് നടത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ക്രമങ്ങളുണ്ടാവും. എടുക്കുന്നതിന് മുമ്പ് എന്തായിരിക്കണം, എന്ത് മെത്തേഡിലാണ് റിക്രൂട്ട് ചെയ്യുന്നത്, എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആരെങ്കിലും എടുത്തിട്ട് ഒരു നല്ല ലീഡറിനെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ലീഡർ ഇനി കിണഞ്ഞ് പരിശ്രമിച്ചാലും നല്ല ടീം മെമ്പർ ആവില്ലേ? ഇത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും ഒരു ടീം വേണമെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ലീഡർ വേണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. സംശയങ്ങളില്ലെങ്കിൽ അഭിപ്രായങ്ങളും പറയാം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അടുത്ത ഒരു ക്ലാസ് നമ്മൾ കൂടുതൽ സജീവമാകാനും കൂടുതൽ എഫക്റ്റീവ് ആകാനും
നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാം. നിങ്ങളെല്ലാ ക്ലാസ് വളരെ നന്നായിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിന് നിർദ്ദേശങ്ങൾ വെക്കാം. നിങ്ങൾക്കൊരു ലീഡറാകാം. നിങ്ങൾക്കൊരു ലീഡറായിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ ഈ ക്ലാസ്സിൽ എന്തൊക്കെ മാറ്റം വരുത്താം, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഏത് കാര്യമാണ് ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത്, ഇതിന്റെ ഗുണവും ദോഷവും പറയാം. നമുക്ക് ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് അത് സാധ്യമാവണം. നല്ലൊരു സ്റ്റാഫിനെ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള ആ മാനദണ്ഡങ്ങളാണ്. അത് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇപ്പൊ നല്ല പാരന്റിങ് എന്നുണ്ട്, പാരന്റിങ് അല്ലെ, കുട്ടികളെ നല്ല പോലെ വളർത്താണ്ട് കുറെ നിങ്ങളിപ്പോ അതില് അവര് പറയുന്നത് മുഴുവൻ നല്ല പാരന്റ് എങ്ങനെയാവണമെന്നാണ്. നല്ല പാരന്റിന് മാത്രമേ നല്ല കുട്ടികളെ സൃഷ്ടിക്കാൻ പറ്റൂ. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചാടിക്കയറി മുന്നോട്ട് വരിക. നമ്മളെപ്പോഴും എല്ലാവരും ലീഡർ ആകേണ്ടവരാണ്. മുന്നോട്ട് വരിക. ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഇത് പിന്നെ ആൾക്കാരില്ല എന്ന് നമ്മൾ ആലോചിക്കുന്നു. നമുക്ക് വേറൊരു ക്ലാസ്, വേറൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം വീണ്ടും സംഘടിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു, നന്മകൾ നേരുന്നു. സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്, സാറിന്റെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അതിലൂടെ അതിലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വല്ല ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലതാണെങ്കിൽ പൊട്ടയാണ്. താങ്ക് യു. വളരെ നല്ലതെന്ന് പറയല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ടേക്ക് അവേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് ആണ് സാർ. താങ്ക് യു.